നമ്മുടെ ഗസ്റ്റ് എത്തിയോ? എത്തി സാർ. ഓക്കെ, ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് തുടങ്ങാം. അർച്ചന ടീച്ചറെ. Yes, sir. ഓക്കെ ഓക്കെ, തുടങ്ങാം. It is health that is real worth and not pieces of gold and silver. ആരോഗ്യമാണ് ശരിക്കുമുള്ള സമ്പത്ത്, മറിച്ച് സ്വർണമോ വെള്ളിയോ അല്ല. മഹാത്മാഗാന്ധിയുടെ വളരെ പ്രശസ്തമായ ഒരു വാക്യമാണിത്. ഇന്ന് മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇരിഞ്ഞടങ്ങുന്ന പുകയിൽ ജീവിതത്തെ ഹോമിക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെക്കാൻ കൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണ് ഇന്ന്. A very warm good morning to one and all present here. ഞാൻ ജിസന്ന സ്കറിയ. പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ KY ബെൻഡിക് സർ, നമ്മുടെ വിശിഷ്ട അതിഥിയായി വന്നിരിക്കുന്ന ആനന്ദ് നാരായൺ സർ, നമ്മുടെ യൂണിയൻ അഡ്വൈസറായ GB മാം, ഈ ഹെൽത്ത് ക്ലബിന്റെ ടീച്ചർ കോർഡിനേറ്ററായ അർച്ചന ടീച്ചർ, നമ്മുടെ യൂണിയൻ ചെയർമാനായ സുബിജിത്ത്, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ കാര്യവും അതിന്റെ പൂർണ്ണതയിൽ നന്നായി ചെയ്യണമെങ്കിൽ ഈശ്വരന്റെ അനുഗ്രഹം കൂടിയേ തീരുകയുള്ളൂ, അല്ലെ? നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയിലും ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി രേവതിയെ ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. പുലരിയിൽ വിരിയും സുമം, സന്ധ്യയിൽ പൊഴിയും രഥം, ക്ഷണികമെങ്കിലും അനുപമം, അഴകിലവയെ ഒരുക്കിടും പരമജ്ഞാനമേ ദൈവമേ, കൈവണങ്ങി നമിപ്പു ഞാൻ. ഇല പൊഴിഞ്ഞ കിനാക്കൾ തൻ വഴിയരികിൽ ഞാൻ നിൽക്കവേ, അഴലു നിറയും സന്ധ്യയിൽ നീ നിഴലു പോലരികിൽ വരും, ചേർന്നു നിന്നു പുണർന്നിടും മൃദുലമായി മൊഴിയും, രാവുമായും പുലരിയണയും പുതിയ സ്നേഹമായി ഞാൻ വരും. പുലരിയിൽ വിരിയും സുമം, സന്ധ്യയിൽ പൊഴിയും രഥം, ക്ഷണികമെങ്കിലും കൈവണങ്ങി നമിപ്പു ഞാൻ. താങ്ക് യു. താങ്ക് യു രേവതി. ഏതൊരു പ്രോഗ്രാമിനും ഒരു സ്വാഗതം അനിവാര്യം തന്നെയാണ്, അല്ലെ? ആയതിനാൽ സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ ഹെൽത്ത് ക്ലബിന്റെ പ്രസിഡന്റും നമ്മുടെ കോളേജിന്റെ ജനറൽ സെക്രട്ടറിയും കൂടിയായ നിഖിലിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു നിഖിൽ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ബെനഡിക് സാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ആനന്ദ് നാരായൺ സാർ, ഹെൽത്ത് ക്ലബ് കോർഡിനേറ്റർ അർച്ചന ടീച്ചർ, ബാക്കി എൻ്റെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ലോകം വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാം മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോം വരെ എത്തി നിൽക്കുകയാണ്. മനുഷ്യൻ എന്തു തന്നെ നേടിയാലും ആരോഗ്യത്തെക്കാൾ വലുതല്ല അതൊന്നും എന്ന തിരിച്ചറിവ് കൂടിയാണ് നാം ഇപ്പോൾ നേടിയിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ച് മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിന്റെ ഈ വർഷത്തെ ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഈ ദിവസം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലഹരിയെ വിമുക്തമാക്കി നല്ലൊരു ലോകത്തിന് വേണ്ടി, നമുക്ക് ലോകത്തിനൊരു നന്മയ്ക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി പ്രത്യാശിക്കാം. ആരോഗ്യം സമ്പത്താക്കിക്കൊണ്ട് തന്നെ അതിന് ഹാനികരമായ എല്ലാത്തിനോടും നമുക്ക് നോ പറയാം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരാളാണ് അർച്ചന ടീച്ചർ. മീറ്റ് വെച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചും എല്ലാം ഈ ഒരു മീറ്റിങ്ങിനെ ഇവിടെ വരെ ഇത്ര എത്തി നിർത്തിച്ചതിൽ ഞങ്ങളുടെ ഹെൽത്ത് ക്ലബ് കോർഡിനേറ്റർ അർച്ചന ടീച്ചർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
ടീച്ചറിനെ ഞാൻ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ ടീച്ചറിനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളോടൊപ്പം എല്ലാത്തിനും നിന്ന് എല്ലാ പ്രോത്സാഹനങ്ങളും തരുന്ന നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ബെനഡിക്ട് സർ. സാറാണ് നമ്മുടെ തിയോഫിലസിന്റെ ഒരു നെടുന്തൂണെന്ന് തന്നെ പറയാം. എന്ത് പ്രോഗ്രാമിനും സാർ എപ്പോഴും നമ്മളോടൊപ്പം കുട്ടികളോടൊപ്പം കൂടെ കാണും. സാറിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഹെൽത്ത് ക്ലബിന്റെ ഉദ്ഘാടനത്തിന് എന്തുകൊണ്ടും യോഗ്യനായ ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് ഇന്ന് ഗസ്റ്റായി ലഭിച്ചിരിക്കുന്നത്. സാറിനെ പലർക്കും പരിചയം ഉണ്ടാകും. പല ചാനൽ റിയാലിറ്റി ഷോകളുടെയും ഫേസ് തന്നെയാണ് സാർ. അതോടൊപ്പം തന്നെ NCDC, ആയുഷ്, അതേപോലെയുള്ള ഒരുപാട് ഓർഗനൈസേഷനിലെ എക്സ്പേർട്ട് യോഗ ട്രെയിനർ, ലൈഫ് സ്കിൽ ട്രെയിനർ, ഹാപ്പിനെസ് കോച്ച്, അങ്ങനെ ഒരുപാട് ബഹുമുഖങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വന്തം ആനന്ദ് സാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹെൽത്ത് ക്ലബിന്റെ എല്ലാവരുടെയും എന്റെയും വ്യക്തിപരമായ പേരിലും ആനന്ദ് സാറിനെ സ്നേഹപൂർവ്വം ഞാൻ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമുക്ക് ആശംസ അറിയിക്കാൻ എത്തിയ നമ്മുടെ MEd വിഭാഗത്തിന്റെ മാർ തിയോഫിലസ് കോളേജിലെ MEd വിഭാഗത്തിന്റെ തലവനും നമ്മുടെയൊക്കെ അധ്യാപകനുമായ രഘു സാറിനെ നമുക്ക് ആശംസ അറിയിക്കാൻ എത്തിയ നമ്മുടെ സ്വന്തം യൂണിയൻ ചെയർമാൻ സുബിനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം എല്ലാ പരിപാടികൾക്കും നമ്മളിൽ ഒരാളായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ സപ്പോർട്ടും നമുക്ക് ഓഫർ ചെയ്യുന്ന നമ്മുടെ തിയോഫിലസിലെ ഓരോ കുട്ടികളുടെയും സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മുടെ സ്വന്തം അധ്യാപകർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിയ എല്ലാ ടീച്ചേഴ്സിനും ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും ഹെൽത്ത് ക്ലബിന് വേണ്ടിയിട്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ BEd, MEd എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഈ നിമിഷം എല്ലാവർക്കും ഹെൽത്ത് ക്ലബിന്റെ ഈ ഇനാഗുറേഷൻ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. താങ്ക് യു നിഖിൽ. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ, സർവോപരി ഈ ഹെൽത്ത് ക്ലബിന്റെ കപ്പിത്താൻ എന്ന് തന്നെ ഞങ്ങൾക്ക് വിളിക്കാൻ ഏറെ ഇഷ്ടമുള്ള, എല്ലാ കാര്യത്തിനും കൂടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഊർജം പകർന്നു തന്ന ഞങ്ങളുടെ സ്വന്തം അർച്ചന ടീച്ചർ. I would like to invite Dr. Archana SS for the presidential address. Ma'am. Thank you, Jis. Good morning to all. ബഹുമാനപ്പെട്ട മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KY ബെനഡിക്ട് സർ, MEd ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ V രഘു സർ, വിശിഷ്ടാതിഥി ആനന്ദ് നാരായൺ സർ, അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ഓരോ വ്യക്തിയുടെയും ഏറ്റവും വലിയ സ്വത്ത്. വ്യക്തികളുടെ ശാരീരിക മാനസിക ആരോഗ്യം സാമൂഹിക ആരോഗ്യവുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നത് വ്യക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന തിരിച്ചറിവിലാണ് നമ്മൾ ഓരോരുത്തരും. ആരോഗ്യത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും ഏറെ പ്രാധാന്യം നൽകേണ്ട ഒരു സന്ദർഭം കൂടിയാണിത്. മാർ തിയോഫിലസ് ട്രെയിനിങ് കോളേജിലെ ഹെൽത്ത് ക്ലബിന്റെ ഇനാഗുറേഷന് വേണ്ടി നമ്മൾ ഈ വേദിയിൽ ഒത്തുചേരും. ഹാപ്പിനെസ് കോച്ച്, TV ആങ്കർ, യോഗ ട്രെയിനർ, സോങ് റൈറ്റർ, സിംഗർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അനന്തനാരായൺ സാറാണ് ഈ വേദിയിൽ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത്. സാറിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ദ സീക്രട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്ന പ്രഭാഷണത്തിലൂടെ ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും വിവിധ തലങ്ങളെക്കുറിച്ച് അറിവ് നേടുന്നതിനും ക്രിയാത്മകമായ ആരോഗ്യ പ്രവർത്തനങ്ങളിലൂടെ സുസജ്ജമായിരിക്കാനും നമുക്ക് പ്രചോദനമേകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. നമ്മുടെ കോളേജിന്റെ നട്ടൽ അല്ലെ നെടുന്തൂൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം പ്രിൻസിപ്പൽ ബെനഡിക്ട് സർ തന്നെയാണ്. ഏതൊരു കാര്യവും നമ്മൾ വിദ്യാർത്ഥികളോടൊപ്പം നമ്മളിൽ ഒരാളായി നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഒരു ഉടമ കൂടെയാണ് അദ്ദേഹം. I would like to invite Dr. KY Benedict for the keynote address. Sir, please. ആദരണീയരായ സഹപ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ,
എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഹെൽത്ത് ക്ലബിന്റെ കോർഡിനേറ്റർ ഡോക്ടർ അർച്ചന ടീച്ചർ, ഇന്നത്തെ നമ്മുടെ എല്ലാവരുടെയും വിശിഷ്ട അതിഥി ഡോക്ടർ ആനന്ദ് നാരായൺ, നമ്മുടെ ഹെൽത്ത് ക്ലബിന്റെ ഭാരവാഹികളായ നിഖിൽ, ജിസ്, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, കോളേജ് യൂണിയൻ അഡ്വൈസർ ഡോക്ടർ ജിബി കി വർഗീസ്, ഡോക്ടർ വി രഘുസാർ, കോളേജ് യൂണിയൻ ചെയർമാൻ സുബിജിത്ത്, മറ്റ് യൂണിയൻ ഭാരവാഹികളെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഒരു മിമിക്രിക്ക് അല്ലെങ്കിൽ ഹാസ്യാനുകരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയും ഉള്ള ഒരു വിഭവമായി മാറിയിട്ടുണ്ടെങ്കിലും ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം മറ്റെല്ലാ വർഷങ്ങളെയും നമ്മൾ ലോക്ക്ഡൌണിന്റെയും ഓൺലൈൻ എഡ്യൂക്കേഷന്റെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തി അകലങ്ങളിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കലാലയങ്ങൾ തോറും വിദ്യാലയങ്ങൾ, മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ആചരിക്കുകയും അതിന്റെ സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമായി മാറിയിരിക്കുന്നു. നമ്മുടെ കലാലയത്തോടൊപ്പം തന്നെ അനേകം അധ്യാപക പരിശീലന കലാലയങ്ങൾ ഈ സമയം, ഈ ദിവസത്തെ വളരെ ശ്രദ്ധയോടുകൂടി ആചരിക്കുകയാണ്. ആരോഗ്യത്തിന്റെ സംരക്ഷണം മറ്റെല്ലാ കാലഘട്ടത്തെക്കാളും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഫോക്കൽ പോയിന്റ് ആയി മാറിയിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജീവിക്കണമോ മരിക്കണമോ എന്ന രണ്ട് ചോദ്യങ്ങളുടെ ഒന്നിന്റെ ഇടയ്ക്കാണ് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യാപാരം കുടികൊള്ളുന്നത്. മറ്റെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ പ്രധാന വാർത്ത പരിശോധിച്ച് നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ് സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് in terms of the number of medical colleges to be operated, to be established, 150% കൂട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. 16,000 കോടി രൂപയുടെ പദ്ധതിയാണ്. നമ്മുടെ ഈ മൂന്നാം സഹസ്രാബ്ദത്തിന്റെ ആദ്യത്തെ ഈ 21ാം നൂറ്റാണ്ട് വരും വർഷങ്ങളിൽ ഹെൽത്ത് സെന്റേഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്കും മറ്റ് വ്യാപാരങ്ങളിലേക്കും മാറിപ്പോകും. നമ്മുടെ എല്ലാ മേഖലയെയും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു പ്ലാനിംഗ് സ്ട്രാറ്റജി, ഡെവലപ്മെന്റൽ ഷിഫ്റ്റ് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി, വ്യാവസായിക മേഖലയിലായാലും ശരി, മറ്റ് സർവീസ് മേഖലകളിലായാലും ശരി, ടൂറിസം മേഖലയിലായാലും ശരി, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് പ്രോസസ്സിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ എല്ലാ മേഖലകളെയും ആരോഗ്യം എന്ന ഒരു ഫോക്കൽ പോയിന്റിലേക്ക് നമ്മൾ പലപ്പോഴും ഒരു പ്രമാണമായിട്ടൊക്കെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നൊക്കെ കാണാതെ പഠിക്കുകയും അനോട്ടേഷൻസ് എഴുതുകയും പ്രസംഗ മത്സരങ്ങളിൽ വളരെ വാചാലമായി സംസാരിച്ച് സമ്മാനങ്ങൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത ഒരു മുദ്രാവാക്യം ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ, നമ്മുടെ മൂക്കിന്റെ തുമ്പിൽ ഏതാനും ഔൺസ് ഓക്സിജന്റെ അഭാവത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു റിയാലിറ്റിയായി, ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടാത്ത, ക്ലാസ് എടുക്കേണ്ടാത്ത, മറ്റ് പ്രഭാഷണങ്ങളൊന്നും കേൾക്കാതെ തന്നെ നമ്മുടെ ജീവിതാനുഭവം കൊണ്ട് കണ്ട് മനസ്സിലാക്കുവാൻ ഒരു അവസരമായി നമ്മുടെ ഈ കാലഘട്ടം പ്രത്യേകമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ഹെൽത്ത് ഫോക്കസ്ഡ് കരിക്കുലം ട്രാൻസാക്ഷൻ, ഒരു ഹെൽത്ത് ഫോക്കസ്ഡ് കരിക്കുലം റെനോവേഷൻ, കരിക്കുലം റിസർച്ച്, ഇതെല്ലാം ഈ കാലഘട്ടത്തിന്റെ ഒരു പുതിയ മേഖലയായിരിക്കുകയാണ്. വളർന്നു വരുന്ന സാങ്കേതിക വിദ്യ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ റോബോട്ടിക്സും ഒക്കെ ഈ ഒരു ഫോക്കസിലേക്ക് അതിന്റെ ശ്രദ്ധ തിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചലഞ്ചും അതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മുടെ ഹെൽത്ത് ക്ലബ്ബ്, നമ്മുടെ കലാലയത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഹെൽത്ത് ക്ലബ്ബ് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ്, ചില വർഷങ്ങളിലെല്ലാം നമ്മുടെ ക്യാമ്പസിന് പുറത്തേക്കും നമ്മുടെ സമീപത്തുള്ള പ്രൊഫഷണൽ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള എയറോബിക്സ് പോലെയുള്ള ആരോഗ്യ സംരക്ഷണ
സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങളെയൊക്കെ പരിശീലിപ്പിക്കുന്നതിനും ബോധവൽക്കരണത്തിനും പബ്ലിക്കിനും നമ്മുടെ സമ്മർ വെക്കേഷൻ സ്പെഷ്യൽ കോഴ്സുകളുടെ ഭാഗമായി പബ്ലിക്കിനുമൊക്കെ പ്രോഗ്രാംസ് നമ്മുടെ ഹെൽത്ത് ക്ലബ്ബ് പല അവസരങ്ങളിലായി ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുള്ള ട്രെയിനിങ്, അഡ്വഞ്ചർ ട്രെയിനിങ് തുടങ്ങിയ പല കാര്യങ്ങളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കലാലയത്തിന് ഈ ഹെൽത്ത് ക്ലബിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് ഇനിയും ധാരാളം ഭാവിയിലേക്ക് നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. പ്രായോഗികമായിട്ടുള്ള സ്ട്രക്ചറൽ, ഇൻഫ്രാസ്ട്രക്ചറൽ, മറ്റു രീതിയിലുള്ള സോഫ്റ്റ് പ്രോഗ്രാംസ് ആയിട്ടുള്ള നമ്മുടെ ഓറിയന്റേഷൻസ് തുടങ്ങിയതെല്ലാം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ എല്ലാ അധ്യാപകരും, അധ്യാപക വിദ്യാർത്ഥികളും, സഹപ്രവർത്തകരും ഈ ഹെൽത്ത് ഫോക്കസ്ഡ് ആയിട്ടുള്ള വരുന്ന പതിറ്റാണ്ടിന്റെ പ്രാധാന്യത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു പ്രത്യേക ദർശനം കൂടി നമ്മുടെ എല്ലാ വ്യാപാരങ്ങളിലും, എല്ലാ ഇന്ററാക്ഷൻസിലും, എല്ലാ ആശയ സംവേദനത്തിലും, നമ്മുടെ പ്രസംഗങ്ങളിലും, ചിന്തകളിലും, നമ്മുടെ വായനകളിലും ഒക്കെ കൊണ്ടുവരണം. അപ്പൊ എങ്കിൽ മാത്രമേ നമ്മുടെ പുതിയ തലമുറയിലെ അധ്യാപകർക്ക് ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്ന ആ മന്ത്രത്തിന്റെ പ്രായോഗിക അംശത്തിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി ഡോക്ടർ അർച്ചന ടീച്ചറിന്റെയും നിഖിലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഹെൽത്ത് ക്ലബിന്റെ പ്രവർത്തനം ഒരു വലിയ പ്രചോദകമായി മാറട്ടെ, സാക്ഷ്യമായി മാറട്ടെ, ഒരു അനുഭവമായി നമ്മുടെ ഈ വർഷത്തെ, ഈ കലാലയ വർഷത്തെ മാറ്റിയെടുക്കട്ടെ. ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമ്മൾ പറയുന്നത് പോലെ മഴയായാലും വെയിലായാലും ജോണിക്കിന്ന് കളിക്കണം എന്ന് നമ്മൾ പഴയ ഒരു കുട്ടിക്കവിത പാടുന്നത് പോലെ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ആരോഗ്യ സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ നമ്മുടെ കുഞ്ഞു മനസ്സുകളിലേക്ക്, പുതിയ തലമുറയിലേക്ക് എന്തെന്നില്ലാത്ത ഒരു ആവേശത്തോടു കൂടി, പുതിയ ഒരു ദർശന ചാതുര്യത്തോടുകൂടി സംഭവിപ്പിക്കുവാൻ നമ്മുടെ ഈ ഹെൽത്ത് ക്ലബിന് കഴിയട്ടെ. അതിന് നമ്മുടെ അധ്യാപകരുടെയും സഹപ്രവർത്തകരുടെയും എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരിക്കും. നമ്മുടെ കോളേജ് കമ്മ്യൂണിറ്റിയുടെയും പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് മാനേജ്മെന്റിന്റെയും പ്രത്യേകമായിട്ടുള്ള ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ഈ സംരംഭത്തിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. കഴിയുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു വിദ്യാർത്ഥികളെയും മറ്റ് മുൻ ബാച്ചിലെയും ഒക്കെ വിദ്യാർത്ഥികളെ കൂടി നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരണം. പ്രത്യേകിച്ച് നമ്മുടെ ആനന്ദ് നാരായണൻ സാർ അത്തരത്തിലുള്ള ഒരു വലിയ പ്രചോദനമായിട്ടാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. വരുന്ന ഒരു 45 മിനിറ്റ് സമയം നമുക്ക് വലിയ ഒരു അനുഭവ പാഠമായി മാറാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ ക്ലാസ്. വെൽനെസ് എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് കൊണ്ടുവരുന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു വലിയ വെല്ലുവിളിയാണ്. നമുക്കതിന്റെ അനുഭവ പാഠങ്ങൾ കൂടി ലഭിക്കാൻ പോവുകയാണ്. കേവലം ഒരു ഉദ്ഘാടന സമ്മേളനം മാത്രമല്ല, ഒരു ഓറിയന്റേഷൻ ക്ലാസ് കൂടിയാണ് ഇന്നത്തെ പ്രഭാഷണമെന്ന് എല്ലാവർക്കും അറിയാം. ആനന്ദ് നാരായണൻ സാറിനെ പ്രത്യേകമായിട്ട് നമ്മുടെ കോളേജ് കമ്മ്യൂണിറ്റിയിലേക്ക്, മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജ് കുടുംബത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്. താങ്ക് യു. Thank you so much, sir. We are really fortunate to have your guidance and support with us. ഇനി നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കുറച്ച് നല്ല നിമിഷങ്ങളിലേക്ക് കടക്കാം. We have got here a very special guest. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഏവർക്കും പ്രിയങ്കരനായ യോഗ ട്രെയിനർ, TV ആങ്കർ, സിംഗർ, ലിസ്റ്റ് ഇച്ചിരി നീണ്ടത് തന്നെയാണ്. He is none other than Mr. Anand Narayan. So we feel so blessed to have you here for this event. ഞാൻ ഇനിയും അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് സാറിനെ പറ്റി കൂടുതൽ അറിവ് പകർന്നു നൽകാനായി I would like to invite Devika. Over to Devika. വാക്കുകൾ വിസ്മയങ്ങൾ സൃഷ്ടിക്കും. മനുഷ്യ മനസ്സുകളെ കീഴടക്കാനുള്ള ശക്തി അവയ്ക്കുണ്ട്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ആനന്ദ് നാരായൺ സർ ഒരിക്കൽ ഒരു ടോക്കിൽ പറഞ്ഞ കാര്യം ഓർത്തെടുക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങൾ ആദ്യം ചെയ്ത പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? കരച്ചിൽ, ചിരി തുടങ്ങി പല ഉത്തരങ്ങൾ നിങ്ങൾക്കുണ്ടാകും. എന്നാൽ ഞാൻ പറയും, ഇറ്റ്സ് ടേക്കിംഗ് എ ബ്രെത്ത് ഇൻ. ഒരു വ്യക്തി ജനിക്കുന്നത് ശ്വാസം എടുത്തുകൊണ്ടും മരിക്കുന്നത് ശ്വാസം ത്യജിച്ചുകൊണ്ടും. അതിനിടയിലുള്ളതാണ് ജീവിതം. വളരെ ലളിതമായ, അർത്ഥവത്തായ അനവധി കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്ന, നമ്മുടെ ചിന്തകളെ ഉണർത്തുന്ന തെന്നിന്ത്യയുടെ അഭിമാനമായ ആനന്ദ് സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്കിലും അദ്ദേഹത്തെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ. അതെ, നമ്മൾക്ക് ഏവർക്കും സുപരിചിതനാണ് ആനന്ദ് നാരായൺ സാർ. റിയാലിറ്റി ഷോസ് ആയ അമൃത TV ലെറ്റ് ഡാൻസ്, മഴവിൽ മനോരമ, ജോസ്കോ ഇന്ത്യൻ വോയിസ്, അമൃത TV സൂപ്പർസ്റ്റാർ ഗ്ലോബൽ, ഐഡിയ സ്റ്റാർ സിംഗർ 2006 and SS Music Voice
പ്ലേബാക്ക് സിംഗർ ഒക്കെയാണ് ആനന്ദ് സാർ. നിരവധി തിരുവനന്തപുരം നിവാസിയായ ഇദ്ദേഹം ലയോള സ്കൂൾ, സെന്റ് തോമസ് സ്കൂൾ, ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവിടങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി. വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ പല മേഖലകളിലും കരിയേഴ്സിലും വിജയകരമായ പാദമുദ്ര സ്ഥാപിച്ച ഇദ്ദേഹം തെന്നിന്ത്യയിലെ തന്നെ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ ആദ്യത്തെ സർട്ടിഫൈഡ് യോഗ ട്രെയിനർ, NSDCയിൽ നിന്നും RPL ലെവൽ 5 സർട്ടിഫിക്കറ്റ് ഇൻ യോഗ, ഹാപ്പിനെസ് കോച്ച് ആറ്റ് ദ ആർട്ട് ഓഫ് ലിവിംഗ്, കൂടാതെ ഇന്റർനാഷണൽ യോഗ അലയൻസ് ആൻഡ് ഇന്ത്യൻ യോഗ അസോസിയേഷനിൽ നിന്നും അക്രഡിഷൻ കരസ്ഥമാക്കി. പ്രൊഫഷൻ കൊണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നതിൽ മികച്ച TV അവതാരകൻ, ഗായകൻ, മ്യൂസിഷ്യൻ, മീഡിയ പേഴ്സൺ, ഇവന്റ് മാനേജർ, കണ്ടന്റ് റൈറ്റർ, സോഷ്യൽ വർക്കർ ഒക്കെയാണ് ആനന്ദ് സാർ. ഒരു ബഹുമുഖ പ്രതിഭ എന്ന വിശേഷണമാണ് അദ്ദേഹത്തിന് കൂടുതൽ അനുയോജ്യം. വിവിധ മേഖലകളിലെ ജനസമൂഹത്തെ ഒരു കുടക്കീഴിൽ യോഗയും സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സും പരിശീലിപ്പിക്കുകയും കോർപ്പറേറ്റ്, യുവാക്കൾ, ഗ്രാമീണ ജനത മുതൽ ഇന്ത്യൻ സായുധ സേന, പ്രിസൺ ഇൻമേറ്റ്സ്, ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ തുടങ്ങി എല്ലാവരെയും വളരെ മികച്ച രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. NIT ആന്ധ്രാപ്രദേശ്, IIT മദ്രാസ്, NIT മേഘാലയ, NIFT കണ്ണൂർ, IIST ട്രിവാൻഡ്രം, PST കോയമ്പത്തൂർ, സായിറാം ചെന്നൈ, CRPF, ഇൻഫോസിസ്, TCS, UST ഗ്ലോബൽ തുടങ്ങി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓർഗനൈസേഷൻസിലും അദ്ദേഹം തന്റെ സെഷൻ സംഘടിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ സെഷൻസിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത എന്നത് വളരെ മനോഹരമായ പല ടെക്നിക്സും വിജ്ഞാനവും ഫലിതവും സംഗീതവും എല്ലാം കോർത്തിണക്കി വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ സെക്ഷൻസ് ആണ് അദ്ദേഹം നൽകുന്നത്. സോ ലെറ്റ് മീ കൺക്ലൂഡ് with a lot of fun, frolic, innovative techniques and knowledge. As he said, he always tries to bring excellence in all spheres he has worked in. ഈ വാക്കുകളോടെ we welcome you, sir, to this inauguration event. Thank you. Thank you, Devika, for enlightening us. ഇനി നാം ഏവരും കാത്തിരുന്ന നിമിഷമാണ് 2020-2022 അധ്യയന വർഷത്തിലെ നമ്മുടെ കോളേജ് ഹെൽത്ത് ക്ലബിന്റെ ഉദ്ഘാടന നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ ദേവിക പറഞ്ഞത് നാം എല്ലാവരും കേട്ടു. തീർച്ചയായിട്ടും എനിക്കും പറയാൻ സാധിക്കും, നമ്മുടെ ഈ ഹെൽത്ത് ക്ലബിന്റെ ഉദ്ഘാടനത്തിനായി ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണ് ആനന്ദ് നാരായൺ സർ. നമ്മുടെ ഹെൽത്ത് ക്ലബിന്റെ ഉദ്ഘാടനം ചെയ്യുവാനും അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹെൽത്ത് ക്ലബിന്റെ ലോഗോ പ്രകാശനം ചെയ്യുവാനായിട്ട് പ്രിയ ബഹുമാനപ്പെട്ട ആനന്ദ് നാരായൺ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. I feel so blessed to invite you, sir, for the inaugural speech and the logo release. Sir? Thank you, Jess, Anna, and Devika. A very good morning to all of you, respected Principal Dr. K.Y. Benedict, sir, Dr. Archana, the Faculty Coordinator of the Health Club, Nikhil, the Health Club President, Prayer Badia, Revati, ellarkku ende namaskaram, and to all the students and faculty who have joined. So I feel ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലൊരു ഹെൽത്ത് ക്ലബ് ഇനോഗ്രേഷനുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട്. ആൻഡ് ടു എ കോളേജ് ദാറ്റ് ഐ യൂസ് ടു സീ വെരി ഓഫൺ. ഞാൻ വളർന്നു വരുന്ന സമയം തൊട്ടേ പല സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ അവിടെ എല്ലാം വന്നിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ കോമ്പറ്റീഷൻസ് ഇൻ ഓൾ ദ കോളേജസ് ഇൻ ദാറ്റ് ഏരിയ, Evanislialum, Basiliuslialum, and I have taken yoga sessions also in Mar Basilius, Mar Evanis, etc. Mar Theophilus Training College ഇങ്ങനെ ഒരു അസോസിയേഷനിൽ വരാൻ പറ്റിയത് തന്നെ ഒരു സന്തോഷമായിട്ട് തോന്നുന്നു. And it's a great indication that all of you are taking so much interest. 100-ൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിന് വന്നത് തന്നെ ഒരു വളരെ നല്ലൊരു ലക്ഷണമാണ് regarding a college that, and you are going to be the future of education. നിങ്ങളായിരിക്കും ഇനി ഇത് പകർന്നു കൊടുക്കാൻ പോകുന്നത് എല്ലാവർക്കും. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് ഇൻഡിക്കേഷൻ ദാറ്റ് ടീച്ചേഴ്സ് ഇൻ ദ മേക്കിംഗ് ആർ ടേക്കിംഗ് ഇൻട്രസ്റ്റ് ആൻഡ് ഡൂയിങ് സംതിങ് ടുഗെദർ. ആൻഡ് ഐ കുഡ് സീ ഇതിൻ്റെ ഒരു ഓർഗനൈസിങ്ങിൽ തന്നെ വളരെ വളരെ എനർജറ്റിക് ആയിട്ട്, ആവേശഭരിതരായിട്ട്, കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ വോളണ്ടിയേഴ്സിനെയാണ് ഞാൻ കണ്ടത് അമംഗ് ദി ഓർഗനൈസിങ് ടീം. സോ ഇറ്റ്സ് ഗ്രേറ്റ് ടു സീ ദിസ്. ആൻഡ് നേരത്തെ ദേവിക പറഞ്ഞ പോലെ I am someone who is very much interested in sharing the wisdom of better health and happiness.
അപ്പോൾ ഞാൻ ചെയ്യുന്ന പല ജോലികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ഏതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഇത് തന്നെയാണ്. എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ആൾക്കാർക്ക് മെൻ്റൽ ഹെൽത്ത് വളർത്തിയെടുക്കാനുള്ള സീക്രറ്റ്സ് ആൻഡ് ടെക്നിക്സ് എനിക്കറിയാവുന്ന രീതിയിൽ പങ്കുവയ്ക്കുന്നതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സോ ഐ എം പ്രിവിലേജ്ഡ് ആൻഡ് ഓണേർഡ് ടു ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ഇനോഗ്രേറ്റ് ദിസ് ഹെൽത്ത് ക്ലബ് ഹിയർ. ആൻഡ് ഇനി അങ്ങോട്ടുള്ള ഇതിൻ്റെ ഒരു വഴിയിൽ ഒരുപാട് പ്രോഗ്രാംസും ആൾക്കാർക്ക് പൊതുസമൂഹത്തിനും ഇവിടെയുള്ള സ്റ്റുഡൻസിനും മെച്ചം വരുന്ന രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കുകയാണ്. സോ നിഖിൽ, are we good to go? So I hereby inaugurate the health club of Mar Theophilus Training College called Swastha, and the motto of the club is Divitiae Salutis Est, health is wealth എന്ന ആശയത്തോടെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഹെൽത്ത് ക്ലബ്, സ്വസ്ഥ എന്ന ഹെൽത്ത് ക്ലബ് ഇവിടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും. ഓൾ ദ ബെസ്റ്റ്. സോ ഇതാണ് നമ്മുടെ നെയിം ആൻഡ് ലോഗോ, സ്വസ്ഥ Divitiae Salutis Est. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ പ്രൊവൈഡിങ് യുവർ ഗ്രേഷ്യസ് പ്രസൻസ്. പിന്നെ സർ ഒരു പാട്ടുകാരനും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു പാട്ട് പ്രതീക്ഷിക്കുന്നു. എനിവേ, ഇനി ഏതാനും നിമിഷങ്ങൾ ആനന്ദ് സാറിനോടൊപ്പമാണ്. സീക്രട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്ന വിഷയത്തെ പറ്റിയാണ് ആനന്ദ് സർ നമ്മളോട് ഇന്ന് സംസാരിക്കുക. ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരുപാട് രഹസ്യക്കൂട്ടുകൾ നമ്മളോട് പങ്കുവെക്കാനായി ഇന്ന് സർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ സർ ടോക്കിനായി ഞാൻ സാറിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ, പ്ലീസ്. Yes, thank you. So now that the slightly official part of the event is over, നമുക്ക് കുറച്ചൊന്ന് അനൗപചാരികമാവാം. Let's be very relaxed. അങ്ങനെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കും കുറച്ചും കൂടി ജ്ഞാനം, കുറച്ചും കൂടി it is easier to share the wisdom. So for the next 30 minutes, I request all of you to keep your videos on. അടുത്ത ഒരു അരമണിക്കൂർ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം ഈ സെഷൻ. ഒന്ന്, നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. സെക്കൻഡ് ഇസ്, നിങ്ങൾക്ക് എന്നെ കാണാം, എനിക്ക് നിങ്ങളെയും കാണാം. then it will be a little more easier. ഞാൻ പിന്നെ എല്ലാവരും ഓണൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ we can even learn some techniques. ഒന്നോ രണ്ടോ ടെക്നിക്കും നമുക്ക് ഇന്ന് ചെയ്യാം. For that, I invite all the health club members to start it off. വീഡിയോ ഓൺ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ കാഷ്വൽ ഡ്രസ്സിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ ഓൺലൈൻ സെഷൻസിൽ വി ആർ ഓൾ ഇൻ അവർ ഹോം ക്ലോത്ത്സ്, ഇറ്റ്സ് ഓക്കെ.
So sit comfortably and relaxed. And then ഒരു 10-15 seconds തരാം എല്ലാവർക്കും ഓൺ ചെയ്യാനായിട്ട്. വെരി നൈസ്. ഹായ് ജോർജിയ, മറിയം, ശ്രീകേഷ്. ഐ തിങ്ക് കുറച്ച് പേരെ എനിക്ക് ഒരു ടൈമിൽ സ്ക്രീനിൽ കാണുള്ളൂ തോന്നല്ലേ നിഖിൽ? ഓക്കെ, ദാറ്റ്സ് ഓക്കെ. സോ ബാക്കിയുള്ളവർക്ക് യു ക്യാൻ ഓൾസോ put your feedback in the chat box. We will have an interactive session. ഞാനൊരു ഹാഫ് ആൻ അവർ ഇവിടെ ഒരു ലെക്ചർ തരാനല്ല എൻ്റെ ഒരു പ്ലാൻ ഇന്ന്. We would keep it interactive. Okay, what do you say? Ready? Okay. Roshna, Mariam. Okay, all right. എല്ലാവരും കുറച്ച് പേര് എന്നെ വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് പേടിയാവും. ജസ്റ്റ് റിലാക്സ് ആൻഡ് കീപ് ദ ഫോൺ സംവെയർ ഇൻ ഫ്രണ്ട് ഓഫ് യു. കയ്യിൽ പിടിച്ചുകൊണ്ട് അരമണിക്കൂർ നിൽക്കാൻ പാടായിരിക്കും. യു ക്യാൻ കീപ് ഇറ്റ് ഓൺ എ ടേബിൾ. സോ നൗ ടെൽ മീ, ഹെൽത്ത്, വൈ ഡു വി നീഡ് ഗുഡ് ഹെൽത്ത്? പറയൂ, ഒരു പുട്ട് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. എന്തുകൊണ്ടാണ് നമുക്ക് നല്ല ആരോഗ്യം വേണ്ടത്? ബേസിക് ക്വസ്റ്റ്യൻ. പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവും. ശരി, പിന്നെ വേറെ എന്തെങ്കിലും ഉത്തരങ്ങൾ? ഫോർ ലോങ് ലൈഫ്. ഓക്കെ, ലോങ് ലൈഫ് ഉണ്ടെങ്കിൽ എന്താ ഗുണം ശ്രീകേഷ്? എന്തിനാണ് ലോങ് ലൈഫ്? ഓക്കെ, ബിൻസി കെ മാത്യു ഫോർ ദ ഹാപ്പിനെസ്. ബെറ്റർ ലിവിങ്. ബെറ്റർ ലിവിങ് ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് കിട്ടും. നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് ആയിരിക്കും. നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ കോൺഫിഡൻസ് കിട്ടും. ശരി, ബെറ്റർ ലിവിങ് ഉണ്ടെങ്കിൽ റോഷൻ എം രജി എന്താണ്? ഹൗ വിൽ യു ഫീൽ? മനസ്സിൽ എങ്ങനെ ഫീൽ ചെയ്യും? എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഈ പറഞ്ഞ പോലെ സുബിൻ ചേട്ടൻ പറഞ്ഞ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. രോഗങ്ങളോ അസുഖങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമല്ലോ. നന്നായിട്ട് ജീവിക്കാൻ പറ്റും. യെസ്. അപ്പൊ ബേസിക്കലി ദ കീവേഡ് എന്താണ്? ടു ബി ഹാപ്പി. യെസ് ഓർ നോ? നമ്മളെല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? നല്ല ആരോഗ്യം ഉണ്ടാവുന്നത് എന്തിനാണ്? വെൻ യു എക്സ്പ്ലോർ ലൈഫ്, വെൻ യു ഫീൽ കോൺഫിഡൻറ്റ്, യു ആർ ഹാപ്പി. നമ്മൾ എന്തിനാണ് BEd അല്ലെങ്കിൽ MEd ചെയ്യുന്നത്? ഒരു ജോലി വാങ്ങിക്കുന്നത്, ഒരു ജോലി കിട്ടുന്നത്. എന്തുകൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നു? വൈ ഡു വി വാണ്ട് ടു ബി എ ടീച്ചർ? ടു ബി ഹാപ്പി. യെസ് ഓർ നോ? ബേസിക്കലി നമ്മളെല്ലാം ചെയ്യുന്നത്, സിനിമ കാണാൻ പോകുന്നത് എന്തിനാണ്? അല്ലേ? വൈ ഡു വി കാറ് വാങ്ങിക്കുന്നു, ബൈക്ക് വാങ്ങിക്കുന്നു, കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിക്കാതിരിക്കുന്നു. ഇതെല്ലാം എന്തിനാണ്? സന്തോഷം എന്നുള്ളതിന് വേണ്ടിയാണ്. യെസ് ഓർ നോ? Yeah. Now tell me, what are some of the problems that come between you and happiness? ഈ സന്തോഷവും നമ്മുടെ ഇടയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? The hurdles, കടമ്പകൾ എന്തൊക്കെയാണ്? സ്ട്രെസ്. ഓക്കെ, ഗുഡ്. സ്ട്രെസ്. പിന്നെ വേറെ? എക്സ്പെക്ടേഷൻസ്. അതെ അതെ, നമ്മുടെ എക്സ്പെക്ടേഷൻസ്, മറ്റുള്ളവരുടെ എക്സ്പെക്ടേഷൻസ്. ആങ്സൈറ്റി. ഓക്കെ, ഗുഡ്. വീഡിയോ ഓഫ് ആക്കി വെച്ചിരിക്കുന്നതും പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. വേറെ എന്തൊക്കെയാണ്? എന്തിനെ കുറിച്ചാണ് സ്ട്രെസ് സാധാരണ വരുന്നത്, അല്ലെങ്കിൽ ആങ്സൈറ്റി? യൂഷ്വലി നിങ്ങളുടെ സ്വന്തം കാര്യം എടുക്കുകയാണെങ്കിൽ ഏതാ? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വർക്ക്ഔട്ട് ആവാതെ വരുമ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം വർക്ക്ഔട്ട് ആവാതെ വരുമ്പോൾ ഫ്യൂച്ചർ. അപ്പം പ്രിയങ്ക പറഞ്ഞു വർക്ക്ഔട്ട് ആവാതെ വരുമ്പോൾ പാസ്റ്റിൽ നടന്നൊരു സംഭവം അല്ലെ? ചിലർ പറയുന്നത് ഫ്യൂച്ചറിൽ നടന്നൊരു സംഭവം. പാർവതി സേസ് നോട്ട് ഏബിൾ ടു ടേക്ക് പ്രോപ്പർ ഡിസിഷൻ. ഡിപ്രഷൻ. വാട്ട് ഈസ് ഡിപ്രഷൻ അബൌട്ട്? എപ്പോഴാണ് നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നത്? എക്സാംസ്. എക്സാം ഇസ് അബൌട്ട് ഫ്യൂച്ചർ അല്ലെ? വരാൻ പോകുന്ന എക്സാം, അല്ലെങ്കിൽ ഇതിന് മുമ്പ് എഴുതിയ എക്സാം. ഞാൻ ഒരു വർഷം മുമ്പ് എഴുതിയ എൻട്രൻസ് ടെസ്റ്റ് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കുറച്ചും കൂടി ബെറ്റർ ആണ്. അങ്ങനെ ഒരു ചിന്ത വരും ചിലപ്പോൾ. അല്ലെങ്കിൽ ഇനി വരുന്ന എക്സാം എന്താവും? കോവിഡ് കഴിയുമ്പോൾ ഇതേപടി ആയിരിക്കുമോ? ജോബ് മാർക്കറ്റ് ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ? അച്ചീവിങ് ഇൻ ടൈം, ഫെയിലിയേഴ്സ്. സോ അവർ എന്താണ് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ, ഡിപ്രഷൻ ഒക്കെ എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഐദർ അബൌട്ട് വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ഓർ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. യെസ് ഓർ നോ? പ്രസന്റിൽ ജീവിക്കാതെ ഫ്യൂച്ചർ ആൻഡ് പാസ്റ്റിൽ ജീവിക്കുന്നത് കൊണ്ട്. വെരി നൈസ് റീബ രാജു, ബ്യൂട്ടിഫുൾ, യു നെയിൽഡ് ഇറ്റ്. എന്താണ് നമുക്ക് സ്ട്രെസ് വരുന്നതും ടെൻഷൻ വരുന്നതും ദേഷ്യം വരുന്നതും എല്ലാം എപ്പോഴാണ്? മനസ്സ് ഒന്നുകിൽ പാസ്റ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ. യെസ് ഓർ നോ? ഡു യു അഗ്രി? പക്ഷെ ശരിക്കും ലൈഫ് എവിടെയാണ്?
എവിടെയാണ്? Here and now. ഹിയർ ആൻഡ് നൗ. യെസ്, വെരി നൈസ്. സിസ്റ്റർ ബെൻസി പറഞ്ഞ പോലെ എവിടെയാണ് ലൈഫ്? എവിടെയാണ് ശരിക്കും? മൊമെന്റ് അല്ലേ? എല്ലാരും ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ ഞൊടിച്ചേ. ദിസ് മൊമെന്റ്. യെസ് ഓർ നോ? ദിസ് മൊമെന്റ്. ലൈഫ് ശരിക്കും എവിടെയാണ്? ഈ നിമിഷം അല്ലേ? ഈ നിമിഷം നിങ്ങളുടെ മനസ്സെങ്ങനെയുണ്ട്? ഹൗ ഇസ് ഇറ്റ് റൈറ്റ് നൗ? ഈ നിമിഷം, ഞാൻ ഈ ഞൊടിക്കുന്ന ഈ സമയത്ത്, ദിസ് മൊമെന്റ് നിങ്ങളുടെ മനസ്സെങ്ങനെയുണ്ട്? ഹാപ്പി. ഹാപ്പി. ഓക്കെ, വേറെ അതർ റെസ്പോൺസസ്? റിലാക്സ്ഡ്. റിലാക്സ്ഡ്. ഓക്കെ. ദിസ് മൊമെന്റ്? Focused. ഫോക്കസ്ഡ്. ദിസ് മൊമെന്റ് ഹൗ ഇസ് ഇറ്റ്? ഈ നിമിഷം? അറ്റൻഷൻ. അറ്റൻഷൻ. ഓക്കെ, ശരി. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും കൈകളൊന്നും ഇങ്ങനെ വെച്ചേ. ലെറ്റ്സ് പ്ലേ എ വെരി സിലി ഗെയിം. ഓക്കെ, മാക്സിമം ആൾക്കാർ വീഡിയോ ഓൺ ചെയ്ത് വെക്കും, സോ ഐ ക്യാൻ സീ. എന്നിട്ട് ഒരു കൈ, വലത് കൈ ഇതുപോലെ ഒരു മുഷ്ടിയാക്കി മടക്കുക. കീപ് യുവർ തമ്പ് ഇൻസൈഡ് ആൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു എ ഫിസ്റ്റ്. നൗ ലെഫ്റ്റ് ഹാൻഡ് മേക്ക് ഇറ്റ് ഇൻ ടു എ തംസ് അപ്പ്. ഒരു തംസ് അപ്പ് ആക്കുക. എന്നിട്ട് ഞാൻ ഫ്ലിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും പൊസിഷൻസ് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്യണം. ഫ്ലിപ്പ്. ഈ തമ്പ് ഉള്ളിലാക്കിയിട്ടുള്ള മുഷ്ടിയാണേ. ഫ്ലിപ്പ്. Come on. Flip. Flip. Pora, come on. Flip. Flip. Total awareness. Flip. 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 Okay. ഇനി നോക്കൂ, ഇപ്പൊ എല്ലാവരുടെയും മുഖത്ത് എന്താണ്? വാട്ട് ഇസ് ദ കോമൺ ഡിനോമിനേറ്റർ? എല്ലാവരുടെയും മുഖങ്ങളിൽ എന്താണ്? ഒരു 10-15 മിനിറ്റ് മുമ്പ് എല്ലാവരും ഓപ്പൺ ചെയ്തപ്പോ എല്ലാവരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക, എന്താണ് ഇയാൾ പറയാൻ പോകുന്നത്. But now everybody has a gentle smile on their face. ഞാൻ പറഞ്ഞിട്ട് സ്മൈൽ ചെയ്തതല്ല, it naturally came. Yes or no? Why? Because കഴിഞ്ഞ ഒരു 30 seconds നിങ്ങളുടെ എല്ലാം അറ്റൻഷൻ നിങ്ങളുടെ കൈപ്പത്തികളിലോ എൻ്റെ കൈപ്പത്തികളിലോ ആയിരുന്നു. It came to this moment. Yes or no? You forgot about the past and the future and the mind was in the present moment. അപ്പോൾ എന്താണ്? Automatically a smile came on the face. Mind കുറച്ചൊന്ന് എനർജിയും കൂടി. Yes or no? അതുവരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇത് തുടങ്ങിയപ്പോഴത്തേക്കും ഉടനെ ഇങ്ങനെ ഇരുന്ന് അല്ലേ, ദാറ്റ് എനർജി ലെവൽ ഓൾസോ കെയിം അപ്പ്. സോ ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ബ്രിങ്ങിങ് ദ മൈൻഡ് ടു ദ പ്രസന്റ് മൊമെന്റ്. എന്താണ്? മനസ്സിനെ ഈ നിമിഷത്തിൽ കൊണ്ടുവരുന്നതിന്റെ ഗുണം ഇതാണ്. ദി അഡ്വാൻറ്റേജ് ഓഫ് ലിവിങ് ഇൻ ദ പ്രസന്റ് മൊമെന്റ്. ഈ നിമിഷത്തിൽ ജീവിക്കുന്നത്, അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? മനസ്സ് ശാന്തമാകുന്നു. യു ഫീൽ ഹാപ്പിയർ, you feel calmer and there is more energy. പക്ഷെ വീണ്ടും എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും മനസ്സ് ഇടയ്ക്കിടയ്ക്ക്. നമുക്ക് അത് തന്നെയാണ് ആഗ്രഹമെങ്കിലും ഇറ്റ് കീപ്സ് ഗോയിങ്. ചില ദിവസമൊക്കെ വി ഹാവ് സ്പെൻഡ് സോ മച്ച് ടൈം അല്ലേ, പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ ഇല്ലാത്ത ദിവസം, ഒരു ദിവസം കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ ഒരാൾ നമ്മളോട് എന്ത് പറഞ്ഞു എന്ന് ആലോചിച്ച്, അവരോട് എന്ത് മറുപടി പറയണേ എന്ന് ആലോചിച്ച് നമ്മൾ 10 മണിക്ക് രാത്രി വന്ന് കിടന്നിട്ട് 2 മണിക്കൂർ ഉറങ്ങാതെ കിടന്നിട്ടുണ്ട് അന്ന് സംഭവിച്ച കാര്യം ഓർത്തിട്ട്. അല്ലെങ്കിൽ ഒരു നടക്കാൻ വരുന്ന ഇരിക്കുന്ന ഒരു എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിച്ച് എത്രയോ ദിവസം നമ്മൾ പേടിച്ചിരുന്നിട്ടുണ്ട്. യെസ് ഓർ നോ? സോ മെനി തിങ്സ് ആൻഡ് ദർ ആർ സോ മെനി അതർ തിങ്സ്. നിങ്ങളുടെ പല കാര്യങ്ങൾ കാരണം അല്ലേ, ബ്രേക്കപ്സ് സംടൈംസ്. ഞാൻ പിന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല, നിങ്ങളുടെ ടീച്ചേഴ്സും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട്. ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് വിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഇക്വിലിബ്രിയത്തെ കംപ്ലീറ്റ്ലി തച്ചുടയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. ആൻഡ് വി ലൂസ് കൺട്രോൾ ഓഫ് അവർ ഇമോഷൻസ്. സോ ഹൗ ക്യാൻ വി bring this under our control? ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് എങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം? ദാറ്റ് ഈസ് റിയൽ മെന്റൽ ഹെൽത്ത്. ഒരു ഹെൽത്തി മെന്റൽ ഹെൽത്ത് കറക്റ്റ് ആണ് എന്നുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടു ഹാവ് ടോട്ടൽ കൺട്രോൾ ഓൺ അവർ ഇമോഷൻസ്. ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും വളരെ ഈസി ഗോയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ആവശ്യമില്ല. പക്ഷേ ലൈഫ് കുറച്ച് ഡിഫിക്കൽട്ടി നമ്മുടെ മുമ്പിൽ എത്തിക്കുമ്പോഴും നമുക്കൊരു പുഞ്ചിരിയോടെ അതിനെ നേരിട്ട് അതിനെ മറികടക്കാൻ പറ്റുമെങ്കിൽ യു ആർ മെന്റലി ഹെൽത്തി. സോ ദിസ് ഇസ് സംതിങ് വെരി പാഷനേറ്റ് ഫോർ മീ. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന കാര്യം വി ഡോണ്ട് ഡിസ്കസ് ഇറ്റ് എ ലോട്ട്. നമ്മൾ എല്ലാവർക്കും മെന്റലി ഹെൽത്തി ആവണം എന്നുണ്ട്, പക്ഷെ നമ്മൾ അതിനുള്ള മെത്തേഡ്സ് ടെക്നിക്സ് ഒന്നും അധികം എക്സ്പ്ലോർ ചെയ്യാറില്ല. നൈദർ ഇൻ സ്കൂൾ, കോളേജ് ഓർ വെരി ഓഫൺ ഇൻ ഈവൻ ബിഗ് കമ്പനീസ് നോ വൺ ടീച്ചസ് അസ് ദിസ്. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഓഫ് കോഴ്സ്, ഇഫ് പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇൻട്രസ്റ്റ്. അപ്പോൾ വി ലുക്ക് അറ്റ് ഇറ്റ് ഇൻ നെക്സ്റ്റ് ഒരു 20 minutes.
I think I have 20 minutes. Next 20 minutes, we will explore a little bit. Are you ready? Okay. Now, നമുക്കിപ്പം മനസ്സിന്റെ ലെവലിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. സപ്പോസ് പറയാണ്, റോഷന മറിയം തീരുമാനിക്കുകയാണ്, ഞാൻ ഇനി മുതൽ ഈ നിമിഷത്തിൽ ജീവിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ ദേഷ്യപ്പെടില്ല, അല്ലെ? എത്ര പേര് തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് മുതൽ എൻ്റെ അച്ഛനും അമ്മയോടും ദേഷ്യപ്പെടില്ല, ഇന്നായിരുന്നു ലാസ്റ്റ് ഡേ, ഇനി മുതൽ ഞാൻ ഒരിക്കലും, ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്നും ദേഷ്യപ്പെടാറില്ല അല്ലെങ്കിലും, പക്ഷെ അച്ഛനും അമ്മയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ട്, അത് ഞാൻ നിർത്താൻ പോവാണ്. തീരുമാനിക്കും. എത്ര പേര് തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെ? ആത്മാർത്ഥമായിട്ട്. ശ്രീകേശ് മാത്രമേ ഉള്ളൂ ആത്മാർത്ഥം. ഓക്കെ. സോ പല ഇത് തന്നെ ആവണമില്ല. ദർ ആർ മെനി റീസൺസ് ദാറ്റ് വി ഡു. വി പലതും നമ്മൾ തീരുമാനിക്കും നമ്മളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇനി മുതൽ ഐ വോണ്ട് സ്പെൻഡ് unnecessary time watching YouTube videos. Cat and kitten videos കണ്ട് ഞാൻ പരീക്ഷയുടെ തലേ ദിവസം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യില്ല. I will stop watching pornography from today onwards. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ we try to force our mind to do. ഒരു പരിധി വരെ it works, but അത് കഴിയുമ്പോൾ നടക്കില്ല. ഒന്ന് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം, ഒരു മൈൻഡ് കൺട്രോൾ എക്സ്പെരിമെന്റ്. ഒന്ന് കണ്ണടച്ച് എല്ലാവരും 10 seconds എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കൂ ക്വിക്ലി. ആൻഡ് അടുത്ത 10 സെക്കൻഡ് ആരും ദുൽഖർ സൽമാനെ കുറിച്ച് ആലോചിക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും for 10 seconds don't think about ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ ഒരു മഞ്ഞ കളർ ഷർട്ടും ഒരു നീല കളർ പാൻറ്റുമാണ് ഇട്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. ഒരു കാരണവശാലും അറ്റ്ലീസ്റ്റ് 5 സെക്കൻഡ് എങ്കിലും ചിന്തിക്കരുത്. 5 seconds. 5, 4, 3, 2, 1. ഓപ്പൺ യുവർ ഐസ്. എത്ര പേര് ചിന്തിച്ചു ദുൽഖറിനെ കുറിച്ച്? മിക്കവാറും എല്ലാവരും. യെസ് ഓർ നോ? ഞാനും ചിന്തിച്ചു. ആർച്ചയും ചിന്തിച്ചു. സോ ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ്. ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ ഉടനെ എന്താണ്? ദുൽഖർ സൽമാന്റെ ആദ്യത്തെ സിനിമ മുതൽ എല്ലാ അവതാരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. ദിസ് ഇസ് എ നാച്ചുറൽ ടെൻഡൻസി വെൻ യു ട്രൈ ടു റെസിസ്റ്റ് ഇറ്റ്, ബിക്കോസ് മനസ്സിന്റെ ലെവലിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ കുറച്ച് പാടാണ്. സോ ദാറ്റ് ഇസ് വൈ വി ആർ ഗോയിങ് ടു യൂസ് സംതിങ്. വി ക്യാൻ യൂസ് സംതിങ് എൽസ് ദാറ്റ് ഇസ് ഇൻ അവർ കൺട്രോൾ ടു കൺട്രോൾ ദ മൈൻഡ്. വേറൊരു ടൂൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതാണ് നമ്മൾ വാട്ട് വി ലേൺ ഇൻ യോഗ, പ്രാണായാമ, മെഡിറ്റേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ അതാണ്. സോ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദാറ്റ് ടൂൾ റൈറ്റ് നൗ. നേരത്തെ ദേവിക പറഞ്ഞ പോലെ ഞാൻ സ്ഥിരം പറയാറുണ്ട്, വാട്ട് ഈസ് ദ ഫസ്റ്റ് ആക്ട് ഓഫ് യുവർ ലൈഫ്? എന്താണ് ഏറ്റവും ആദ്യത്തെ പ്രവൃത്തി? എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബ്രീത്തിങ്. പലരും കരയുന്നൊക്കെ പറയും, പക്ഷെ ശരിക്കും അതിന്റെ ഇടയിൽ ഒരു ശ്വാസം അകത്തോട്ട് എടുത്തിട്ടാണ് നമ്മൾ പൊട്ടിക്കരയുന്നത്. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അപ്പം ചിരിക്കും, അല്ലെ? സന്തോഷം കൊണ്ട്. ലാസ്റ്റ് ആക്ട് ഓഫ് ലൈഫ് എന്താണ്? എന്തായിരിക്കും ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്? എന്തായിരിക്കും? ഔട്ട്. യെസ് ഓർ നോ? കാറ്റ് പോയി എന്ന് പറയില്ലേ? യു ബ്രീത്ത് ഔട്ട്. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കരയും, അല്ലെ? സോ ഈ ഒരു ശ്വാസം ഇസ് വെരി പവർഫുൾ. ബ്രെത്ത്. ബിക്കോസ് നമ്മുടെ ഇമോഷൻസ് അനുസരിച്ച് നമ്മുടെ ശ്വാസം മാറുന്നുണ്ട്. അറിയാമോ? ടെൻഷൻ അടിക്കുമ്പോൾ, അല്ലെ, നിങ്ങൾക്കൊരു പ്രസന്റേഷൻ കൊടുക്കാനാവുമ്പോൾ, യെസ് നിഖിൽ, അല്ലെ, ഇവന്റ് തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ശ്രദ്ധിച്ചായിരുന്നോ ശ്വാസം? അല്ലെ, ശ്വാസം സ്പീഡ് ആയി തുടങ്ങി. പിന്നെ ദേഷ്യം വരുമ്പോ, അല്ലെ, നിഖിലിന് ഒരാഴ്ചയായിട്ട് ശ്വാസം അങ്ങനെയാണ്. അതെല്ലാം നല്ലപോലെ മനസ്സിലാവുന്നുണ്ടല്ലേ? അതെ. അപ്പോ എന്താണ്, ടെൻഷൻ അടിക്കുമ്പോ, ദേഷ്യം വരുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പേടി വരുമ്പോ? നിഖില ഒരാഴ്ചയല്ല സാർ, ഈ മുഴുവൻ ശ്വാസം. നിഖിലിന്റെ സ്പോഞ്ച്, അല്ലെ, സ്പോഞ്ച് ഒരാഴ്ചയായിട്ട് കുറെ എപ്പോഴും ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോ എന്താണ്, പേടി വരുമ്പോ സഡൻലി യു സ്റ്റോപ്പ്. സന്തോഷത്തോടെ ഇരിക്കുമ്പോ എങ്ങനെയാണ് ശ്വാസം? ഹാവ് യു ഒബ്സർവ്ഡ് ഇറ്റ്? കാമാണ്, അല്ലെ? സോ വാട്ട് ഈസ് ഹാപ്പനിങ്? നമ്മുടെ ഇമോഷൻസ് അനുസരിച്ച് നമ്മുടെ ശ്വാസത്തിന്റെ താളം മാറുകയാണ്. ആൻഡ് വാട്ട് വി ഡു ഇൻ യോഗ ഓർ പ്രാണായാമ ഇസ് ദി ഓപ്പോസിറ്റ്. നമ്മൾ ഈ ശ്വാസത്തെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാണ്. നമ്മൾ ശ്വാസത്തെ മാറ്റി നമ്മൾ ഇമോഷൻസിനെ സ്റ്റേബിലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് എ പ്രാണായാമ ഓർ എ ബ്രീതിങ് ടെക്നിക്. അപ്പൊ എന്താണ്, നമുക്ക് വളരെ ലോങ് സ്റ്റാൻഡിങ് റിസൾട്ട്സ് കിട്ടും. അതിനോടൊപ്പം മെന്റൽ വെൽബീങ് മാത്രമല്ല, ഫിസിക്കൽ ഓൾസോ. ഇപ്പോൾ ഒരുപാട് റിസർച്ച് ഹാസ് ഗോൺ, എസ്പെഷ്യലി കോവിഡ് ടൈമിൽ, അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് പ്രാണായാമ. ഐ ക്യാൻ ഷെയർ സം ഇൻ യുവർ ഗ്രൂപ്പ് ഓൾസോ. ഒരുപാട് നമ്മൾ ചെയ്യുന്ന പ്രാണായാമസിന് ലങ് കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിലും, നമ്മുടെ ഹാർട്ട് ബീറ്റ് സ്റ്റേബിലൈസ് ചെയ്യുന്നതിലും, ലങ്സിന്റെ അത്ര യൂസ്ഡ് അല്ലാത്ത പോർഷൻസ് വരെ ആക്ടിവേറ്റ് ചെയ്യാനും എത്ര കഴിവുണ്ട് എന്നൊക്കെ. സോ മൈൻഡ് ബിക്കംസ് കാമർ ആൻഡ് ദ ബോഡി ബിക്കംസ് ഹെൽത്തിയർ, മോർ ഓക്സിജൻ ഗെറ്റ് സപ്ലൈഡ്. ഇപ്പൊ അറിയാലോ, ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ നിലനിൽപ്പിന്റെ ക്വസ്റ്റ്യൻ. ഏറ്റവും ബേസിക് ആണ്, നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ടോ,
നിങ്ങൾക്ക് ആവശ്യത്തിന് ശ്വാസം കിട്ടുന്നുണ്ടോ, നിങ്ങളുടെ ലങ്സ് കറക്റ്റ് ആണോ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ. പണ്ടൊക്കെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടി വരുന്നത്, ഓക്സിജൻ ആവശ്യത്തിനുണ്ടോ. സോ ഇറ്റ് ഇസ് ബ്രെത്ത് ഹാസ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. സോ വാട്ട് ഐ തോട്ട് വാസ്, ഒരുപാട് അങ്ങനെ സംസാരിക്കുന്നതിന് പകരം വി വിൽ എക്സ്പീരിയൻസ് എ ലിറ്റിൽ ബിറ്റ്. സോ വി വിൽ ഡു എ ബ്രീതിങ് ടെക്നിക് ആൻഡ് സീ. ആർ യു റെഡി? നമുക്കൊരു ബ്രീതിങ് ടെക്നിക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് വാട്ട് ഐ ലൈക്ക് ഇറ്റ് പ്രാക്ടിക്കൽ, ആൻഡ് ദെൻ വി വിൽ സീ if there is an effect. Okay, so let's all sit comfortably. എല്ലാവർക്കും സൗകര്യപൂർവ്വം ഇരിക്കാം. നട്ടെല്ല് നിവർത്തി വെച്ച് തോളുകളൊക്കെ അയച്ചിടാം. ഫോണോ ലാപ്ടോപ്പോ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ വെക്കാം. ആൻഡ് ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു പാർട്ടിസിപ്പേറ്റ്. ഇത് കണ്ടുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റും അറിയാൻ പോണില്ല. ഓൺലി ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഡു ദ ടെക്നിക് യു വിൽ സീ വെദർ ദർ ഇസ് എൻ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പല ബ്രീതിങ് ടെക്നിക്സ് ഉണ്ട്. ഐ എം ഗോയിങ് ടു ടീച്ച് യു എ ബ്രീതിങ് ടെക്നിക് കോൾഡ് ഭസ്ത്രിക. ഭസ്ത്രിക എന്ന് പറഞ്ഞാൽ ബെലോസ് എന്നാണ് അർത്ഥം. ബെലോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ ഹാർമോണിയത്തിനൊക്കെ കണ്ടിട്ടില്ലേ, ഒരു മെംബ്രെയിൻ ഉണ്ട്, അതിങ്ങനെ നമ്മൾ ചപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കാറ്റ് പുറത്ത് പോകും, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിലേക്ക് കാറ്റ് കയറും. സോ വി ആർ ഗോയിങ് ടു മേക്ക് അവർ ലങ്സ് ലൈക്ക് എ ബെല്ലോ. നമ്മളതിൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ശ്വാസം അകത്ത് കയറ്റുന്നു, കോൺട്രാക്ട് ചെയ്തിട്ട് ശ്വാസം പുറത്ത് കളയാൻ പോകണം. And we will see what effect it has, and it is an energizing pranayama, or energizing breathing technique. How to do it? Keep your fists on either sides of the body like this. അയഞ്ഞ കൈമുഷ്ടികൾ തോളുകളുടെ ഇരുവശത്ത് ഇങ്ങനെ വെക്കുക. കൈമുട്ടുകൾ ശരീരത്തോട് ചേർന്നിരിക്കട്ടെ, ഇങ്ങനെയല്ല, കീപ് ഇറ്റ് ക്ലോസ് ടു ദ ബോഡി. ആൻഡ് മുഷ്ടി മുന്നോട്ട്, പിറകിലോട്ടല്ല, ഫേസിങ് ഫോർവേഡ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? കൈകൾ വെച്ചിട്ട് ആദ്യം കൈയിനെ മുകളിലോട്ട് എറിയുന്നു, രണ്ട് കൈകളും ഒരുമിച്ച് മുകളിലോട്ട് എറിയുന്നു. മുകളിലെത്തുമ്പോൾ കൈമുഷ്ടി തുറക്കണം, ലൈക്ക് ദിസ്. നേരെ മുകളിലോട്ട് എറിഞ്ഞോളൂ. യാ, ആൻഡ് ദെൻ താഴോട്ട് വീഴ്ത്തുന്നു, തിരിച്ച് അതേ പൊസിഷനിൽ വരുന്നു, കൈമുഷ്ടി അടയുന്നു. വൺസ് അഗൈൻ ത്രോ അപ്പ്, ഓപ്പൺ ദ ഫിസ്റ്റ്, fall down, close the fist. Once more, throw up, open, fall down, close. ഇനി ശ്വാസം കൂടി പറഞ്ഞുതരാം. മുകളിലോട്ട് എറിയുന്ന സമയത്ത് ദീർഘശ്വാസം അകത്തോട്ട് എടുക്കുക, മൂക്കിലൂടെ, എല്ലാം മൂക്കിലൂടെ മാത്രം, വായടച്ചു വെച്ചിട്ട്. താഴോട്ട് വീഴ്ത്തുമ്പോൾ നല്ല ശക്തിയായിട്ട് പുറത്ത് കളയണം. ഗോട്ട് ഇറ്റ്? അതേ ഉള്ളൂ വ്യത്യാസം. അകത്ത് മുകളിലോട്ട് എറിയുമ്പോൾ സാധാരണ രീതിയിൽ ദീർഘമായിട്ട് എടുക്കുന്നു, താഴോട്ട് വീഴ്ത്തുമ്പോൾ നല്ല ശക്തിയായിട്ട് പുറത്തോട്ട് കളയണം. ഞാനൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. യു ക്യാൻ ജസ്റ്റ് റിലാക്സ് യുവർ ഹാൻഡ്സ്. ആദ്യം ഞാനൊരു ദീർഘശ്വാസം അകത്തോട്ട് എടുക്കുന്നു, പുറത്തോട്ട് വിടുന്നു. ഇനി കൈകളും ഉപയോഗിച്ച് നല്ല ഉത്സാഹത്തോടെ ബ്രീത്ത് ഇൻ, ഔട്ട്, in, out, in, out, in, out, in, out. കഴിയുമ്പോൾ കൈകൾ മടിയിൽ മലർത്തി വെച്ച് വിശ്രമിക്കും. മനസ്സിലായല്ലോ? ടിഷ്യൂ, ഒരു കർച്ചീഫ് വേണമെങ്കിൽ കയ്യിൽ വെക്കാം. ഇപ്പം മൂക്കടപ്പ് ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സൈനസ് ചിലപ്പോൾ ക്ലിയർ ആയിട്ട് വരും. ദാറ്റ്സ് ഓക്കെ. ചെയ്ത് നോക്കാം നമുക്ക്. Shall we all do it? We'll do 3 rounds. 3 റൗണ്ട് ചെയ്യാം. ആദ്യത്തെ ഒരു റൗണ്ട് നിങ്ങൾ കണ്ണ് തുറന്നു വെച്ചോളൂ, എന്നെ നോക്കി ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണടയ്ക്കാൻ പറയുമ്പോൾ യു ഹാവ് ടു കീപ് യുവർ ഐസ് ക്ലോസ്ഡ്. എന്നിട്ട് 2 റൗണ്ട് കണ്ണടച്ച് വെച്ചതിന് ശേഷം വി വിൽ സിറ്റ് വിത്ത് അവർ ഐസ് ക്ലോസ്ഡ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ഓക്കെ, സോ ലെറ്റ്സ് സിറ്റ് കംഫർട്ടബിളി ആൻഡ് ഈസിലി. ആൻഡ് മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി വെക്കാം, a gentle smile. Artificial smile ആണെങ്കിലും കുഴപ്പമില്ല. Keeping a smile makes the face relaxed. നമ്മുടെ മുഖത്തെ പേശികൾ റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയാണ് പുഞ്ചിരി വെക്കുന്നത്. ഓക്കെ, അയഞ്ഞ കൈമുഷ്ടികൾ തോളുകളുടെ ഇരുവശത്തായിട്ട് വെക്കാം. 100%, 100% സിൻസിയർ ആയിട്ട് ചെയ്യുക. ഓക്കെ, മുഖം നിവർത്തി നേരെ വെക്കാം, തോളുകൾ അയച്ചിടാം. ആദ്യം ഒരു ദീർഘ സാധാരണ ശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ഇനി കൈകളും ഉപയോഗിച്ച് നല്ല ഉത്സാഹത്തോടെ ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, in, out, in, out,
in, out, in, out. കണ്ണുകൾ അടച്ചു തുടരാം. in, out, in, out, in, out, in, out, in, out. കണ്ണുകൾ അടച്ചു വെച്ച് ഇനി കൈകൾ മടിയിൽ മലർത്തി വെക്കാം. Keep your eyes closed and relax your hands and keep it on your lap. ശരീരത്തിലൂടെ ഒഴുകുന്ന ആ ചെറിയ ഊർജ പ്രവാഹം ശ്രദ്ധിക്കാം. There is a gentle flow of energy flowing in the body now. Just become aware of it. അടുത്ത ഒരു 5-10 മിനിറ്റ് കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. Let's keep our eyes totally closed. പുറത്തെന്തൊക്കെ ഡിസ്റ്റർബൻസസ് നടന്നാലും ഡിസ്ട്രാക്ഷൻസ് വന്നാലും നമുക്ക് കണ്ണുകൾ അടച്ചു തന്നെ വയ്ക്കാം. സെക്കൻഡ് റൗണ്ട് ഭസ്ത്രിക പ്രാണായാമം ചെയ്യാനായിട്ട് കൈകൾ പൊസിഷനിൽ വയ്ക്കാം. അയഞ്ഞ കൈമുഷ്ടികൾ തോളുകളുടെ ഇരുവശത്ത്. ലൂസ് ഫിസ്റ്റ്സ് on either sides of the shoulders. Spine erect and shoulders relaxed and a gentle smile on the face. Just കണ്ണുകൾ അടച്ചു വയ്ക്കാം. Keep the eyes closed. ആദ്യം ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ഇനി നല്ല ഉത്സാഹത്തോടെ കൈകളും ഉപയോഗിച്ച് ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, out, in, 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 out. കണ്ണുകൾ അടച്ചു വെച്ച് കൈകൾ മടിയിൽ മലർത്തി വെച്ച് വിശ്രമിക്കാം. റിലാക്സ് വിത്ത് യുവർ പാംസ് ഓൺ യുവർ ലാപ്പ്, ബട്ട് ലെറ്റ് ദി ഐസ് റിമെയിൻ ക്ലോസ്ഡ്. ശരീരത്തിലൂടെ ഒഴുകുന്ന ഊർജത്തെ ശ്രദ്ധിക്കാം. മനസ്സിൽ മാറി മാറി വരുന്ന ചിന്തകളെയും ശ്രദ്ധിക്കാം. ബി അവെയർ ഓഫ് ദ തോട്ട്സ് കമ്മിങ് ആൻഡ് ഗോയിങ്. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ മൂന്നാമത്തെയും അവസാനത്തെയും റൗണ്ടിനായിട്ട് തയ്യാറെടുക്കാം. ലൂസ് ഫിസ്റ്റ്സ് ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദ ഷോൾഡേഴ്സ്. നട്ടെല്ല് നിവർന്നിരിക്കുന്നു, മുഖം നിവർന്നിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. റിലാക്സ് ദ ഷോൾഡേഴ്സ് ആൻഡ് കീപ്പ് എ ജെന്റിൽ സ്മൈൽ ഓൺ ദ ഫേസ്. മുഖത്തൊരു പ്രസന്നമായ ഭാവം. ആദ്യം ഒരു ദീർഘ ശ്വാസം അകത്തേക്ക് എടുക്കാം, പൂർണ്ണമായും പുറത്തേക്ക് വിടാം. ഇനി കൈകളും ഉപയോഗിച്ച് നല്ല ഉത്സാഹത്തോടെ ബ്രീത്ത് ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, ഇൻ, ഔട്ട്, in, out, 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 and relax. കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ കൈകൾ മടിയിൽ മലർത്തി വെച്ച് വിശ്രമിക്കാം. ജസ്റ്റ് ഫോർ ദ 5-10 minutes കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ.
വിശ്രമിച്ചു കൊണ്ടിരിക്കാം. സിംപ്ലി സിറ്റ് ഇൻ എ റിലാക്സ്ഡ് വേ. കൈകൾ മടിയിൽ, തോളുകൾ അയച്ച്, നട്ടെല്ല് നിവർത്തി. അടുത്ത ഒരു 5-10 മിനിറ്റ് ഒരു പരിശ്രമത്തിൻ്റെയും ആവശ്യമില്ല. No need to take any effort. Simply listen to the instructions. വെറുതെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. ശരീരം സ്ഥിരമാക്കി നിർത്താം. Keep your body as steady as you can, but relaxed. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ചുറ്റുപാടും കേൾക്കുന്ന ശബ്ദങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാകാം. പലതരം ശബ്ദങ്ങൾ, ഫാനിൻ്റെ ശബ്ദം, ആൾക്കാരുടെ ശബ്ദം, പ്രകൃതിയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ, ടിവിയുടെയോ മെഷീനുകളുടെയോ ശബ്ദങ്ങൾ. എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ ആ ശബ്ദങ്ങളെയെല്ലാം സ്വീകരിക്കാം. അവ അവിടെ തന്നെ ഉണ്ടായിക്കൊള്ളട്ടെ. Accept all the noises and sounds in the environment. നിങ്ങളിപ്പോൾ ചുറ്റുപാടുകളുമായി രമ്യതയിലാണ്. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഒരു പരിശ്രമവും വേണ്ട. വെറുതെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാൽ മാത്രം മതി. വലത് കാലിലേക്കൊന്ന് ശ്രദ്ധ കൊണ്ടുവരാം. വലത് കാൽ പൂർണ്ണമായിട്ടും വിശ്രമിക്കട്ടെ. ഇടത് കാല്, ഇടുപ്പ്, വയറ്, നെഞ്ച്, തോളുകൾ, വലത് കയ്യ്, ഇടത് കയ്യ്, കഴുത്ത്, മുഖം. ശരീരം പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കാം. ഈ ശരീരം പ്രകൃതിയോ ദൈവമോ നമുക്ക് തന്ന അമൂല്യമായ ഒരു സമ്മാനമാണ്. ശരീരത്തോട് ആദരവുണ്ടാകാം. ഓണർ ആൻഡ് റെസ്പെക്ട് യുവർ ഓൺ ബോഡി. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. മനസ്സിലെ ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. Become aware of the thoughts in your mind.
എത്രയോ ചിന്തകൾ മാറി മാറി വരുന്നുണ്ട്. നല്ല ചിന്തകളാകാം, മോശം ചിന്തകളാകാം. എന്തൊക്കെ ചിന്തകളുണ്ടെങ്കിലും അവയെല്ലാം സ്വീകരിക്കാം. ലെറ്റ് ദം കം, ഇറ്റ്സ് ഓക്കെ. ചിന്തകളെ സ്വീകരിക്കുമ്പോൾ അവ തന്നെത്താനെ തിരിച്ചു പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തകളുമായി രമ്യതയിലാണ്. ഉള്ളിലെ വികാരങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. Become aware of your feelings and emotions. പോസിറ്റീവ് ഇമോഷൻസ് ആണെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിലും, ഇത് രണ്ടുമല്ലാത്ത ന്യൂട്രൽ ഇമോഷൻസ് ആണെങ്കിലും അവയെക്കുറിച്ച് ബോധമുള്ളവരാകാം. ജസ്റ്റ് become aware of the feelings and emotions inside you right this moment. You are peace. You are joy. നിങ്ങൾ സന്തോഷമാണ്. നിങ്ങൾ സമാധാനമാണ്. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. ഒരിക്കൽ കൂടി നമ്മുടെ വികാരങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. മനസ്സിലെ ചിന്തകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. സ്വന്തം ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ചുറ്റുപാടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ശ്വാസം അകത്തേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. മുഖത്തൊരു ചെറിയ പുഞ്ചിരിയോടെ മറ്റൊരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. പുഞ്ചിരിച്ചു കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാം. വിത്ത് എ സ്മൈൽ ബ്രീത്ത് ഔട്ട്. ഇനി സാവധാനം സ്വന്തം സമയമെടുത്ത് എപ്പോൾ പൂർണ്ണമെന്ന് തോന്നുന്നുവോ അപ്പോൾ കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കാം. സ്ലോലി ആൻഡ് വെരി ഗ്രാജുവലി you may open your eyes.
Yes, welcome back. How are you feeling? Good, great, top of the world. Okay, chat box lo ഒന്ന് share ചെയ്തോളൂ. How you feeling right now? 1 or 2 words or a sentence. Good, relaxed, amazing, good, peace, relaxed, good, feels great, relaxed and happy, good, relax, serene, awesome experience, feeling relaxed, better, happy, good. എത്ര നേരം കണ്ണടച്ചിരുന്നു എന്ന് പറയാമോ? Any idea? I think around 18 minutes. തോന്നി അത്രയും. So what we did now, we did a pranayama, ഒരു breathing technique called Bhastrika. പല ടൈപ്പ് പ്രാണായാമസ് ഉണ്ട്. ഇതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ളതുണ്ട്, but this is a short one. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യിപ്പിച്ചു. And then what we did is called a meditation. യോഗയിൽ ധ്യാന എന്ന് പറയുന്ന ആ സംഭവം. There are different kinds of meditations also. We did one particular type called Panchakosha. So see how the state of your mind has changed right now. ഇല്ലേ, ആ ക്വാളിറ്റി ഓഫ് ദ മൈൻഡ് മാറിയതായിട്ട് തോന്നില്ലേ? 1 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഈ സെഷനിലേക്ക് എങ്ങനെ വന്നോ അതേ മനസ്സാണ് ഇപ്പോൾ ഉള്ളത്. രേവതി, നോ റൈറ്റ്, ഇറ്റ് ഹസ് ചേഞ്ച്ഡ്, റൈറ്റ്? ആ തോട്ട്സ് ഒക്കെ കുറച്ചും കൂടി ഇറ്റ് ഹസ്, അല്ലെ, നേരത്തെ ഒരുപാട് ബൊംബാർഡിങ് തോട്ട്സ് ആയിരുന്നു ആദ്യമൊക്കെ, അല്ലെ? ഇപ്പം ഇറ്റ് ഹസ് ഓൾ ജസ്റ്റ് സെറ്റിൽ ഡൗൺ. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി. ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇരുന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് നിങ്ങളൊരു ഡിഫിക്കൽട്ട് ഒരു റിലേഷൻഷിപ്പിൽ ഒരാളുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തി നോക്കൂ. യു വിൽ സീ ദാറ്റ് ദ വേർഡ്സ് കമ്മിങ് ഔട്ട് വിൽ ബി മച്ച് മോർ അവെയർ, സെൽഫ് അവെയർ ആയിരിക്കും നിങ്ങൾ. യു വിൽ ആ റിയാക്ഷൻ ഉണ്ടാവില്ല, യു വിൽ ബി റെസ്പോണ്ടിങ് ടു സിറ്റുവേഷൻ. സോ ജസ്റ്റ് 20 minutes a day, 15 to 20, പറ്റുമെങ്കിൽ 30, up to 30 minutes a day, if you can spend for yourself, for your own mental health, then you will see that life has become വേറൊരു ലെവലായിട്ട് മാറും. ഞാനൊക്കെ എൻ്റെ കോളേജ് ടൈമിലാണ് ഇത് ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലായിരുന്നു യോഗ മെഡിറ്റേഷൻ. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു 10-60 വയസ്സിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നാണ് വിചാരിച്ചത്. But I saw that once I started practicing it, my college life became easier, my relationships, പിന്നെ my academics, പിന്നെ അതിനുശേഷം എനിക്ക് ജോലി ഇൻ്റർവ്യൂസ് ഫേസ് ചെയ്യാനും പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യാനും എൻ്റെ കോൺഫിഡൻസ് ലെവൽസ് എല്ലാം മാറി. The way I looked at, എനിക്ക് അങ്ങനെ ഭയങ്കര സ്ട്രെസ് ഉള്ള ഒരാളൊന്നും അല്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഐ സോ ദാറ്റ് മൈ ലെവൽ ഓഫ് ഹാപ്പിനെസ് ആൻഡ് ഹെൽത്ത് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ്. സോ ദാറ്റ്സ് ഇറ്റ്. ഡെന്റൽ ഹൈജീൻ പോലെ തന്നെ വളരെ അത്യാവശ്യമാണ് മെന്റൽ ഹൈജീൻ. ഓക്കെ, നമ്മൾ പല്ല് തേക്കാതെ ഒരു ദിവസം പോലും കോളേജിൽ പോയില്ല, അല്ലേ? പോവോ? എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ മനസ്സ് തേക്കാറില്ല നമ്മൾ, അല്ലേ? മനസ്സിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാറില്ല. നമ്മൾ വിചാരിക്കും ഓക്കെ, നല്ല ചിന്തകൾ അങ്ങ് ചിന്തിച്ച് നോക്കാം എന്നൊക്കെ അങ്ങനെ വിചാരിക്കും, പക്ഷേ എപ്പോഴും അതങ്ങ് വർക്കൗട്ട് ആവാറില്ല. So give enough and equal importance to your physical health as well as your mental health. Okay, great. അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ if you want, you can connect with Nikhil and we will find out ഒരു റിസോഴ്സ് ഞാൻ അയച്ചു തരാം. If you want some guided meditation, I can send you some links, etc. അല്ലെങ്കിൽ we can conduct some proper sessions. Actually നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ we can conduct some sessions also. Okay, you can let Nikhil know or the health club ന്റെ വോളണ്ടിയേഴ്സിനെ അറിയിച്ചാൽ മതി. ശരി, ഇനി കനവിലെ പുതുമന്ദാരമായി വിടരു നീ, ഉണരുവാൻ കൊതി തോന്നുന്നൊരൻ പുലരിയിൽ, അങ്ങിങ്ങോ നിൻ പൊൻപീലി മിന്നുന്നോവോ, അതിലൊന്നെന്റെ നെഞ്ചോരമേയുന്നുവോ, ഉണർന്നു ഞാൻ ഏതു കരിരാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ, ഈ ഹൃദയവാതിലിൻ പഴുതിലു മുഴുകി വരൂ,
ഓക്കെ, എല്ലാം കവറായോ? Sir, thank you so much. It was so soothing and it is indeed motivating and extremely informative. And sir പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ കാണാൻ ശ്രമിക്കാം. അപ്പോ നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനായി ആശംസ അർപ്പിക്കുവാനായി എംഎഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കുന്ന രഘു സാറിനെ ക്ഷണിക്കുന്നു. I would like to invite Dr. V. Raghu for the felicitation talk. Sir, please. Well, am I audible to you? Yes, sir. Well, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ശ്രീമാൻ ആനന്ദ് നാരായണൻ അർത്ഥവത്തും ശാന്തഗംഭീരവുമായ ശരീരത്തിനും മനസ്സിനും ഉത്തേജനം നൽകുന്ന ഒരു സെഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഞാൻ ഇനി അധിക സമയം എടുക്കുന്നില്ല. എൻ്റെ വാച്ചിൽ 12:20 കഴിഞ്ഞു. ആശംസ പറയുമ്പോൾ അധിക സമയം എടുക്കുന്നത് ഉചിതമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത കാലത്ത് കോവിഡ് വരുന്നതിന് കുറച്ചു കാലം മുമ്പ് തുടങ്ങിയ ഒരു പഠനത്തിന്റെ സമ്മറിയാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കോവിഡിന് ശേഷമുള്ളത് കേരളം നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച്. വിദ്യാർത്ഥികളായ നാളെ സോഷ്യൽ എഞ്ചിനീയേഴ്സ് ആകേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ ചിലരെങ്കിലും മീഡിയയിലൂടെ ഇത് കണ്ടിരിക്കും, കേട്ടിരിക്കും. കേരളം വലിയൊരു റിസ്ക് ഫാക്ടറിലൂടെ കടന്നു പോകുന്നു എന്നാണ് എക്സ്പേർട്ട് ടീം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മുന്നിലാണ് കേരളം എന്നാണ് നമ്മൾ അവകാശപ്പെടാറുള്ളത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിലും കഴിഞ്ഞ 10 വർഷമായി കേരളം മുന്നിലാണ്. പക്ഷേ കേരളം വളരെ ഒരു വലിയ റിസ്ക് ഫാക്ടറിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. അവരാദ്യം പറയുന്ന കാര്യം, കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക് വളരെയധികം പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികളിൽ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. കാശുള്ളവരൊക്കെ ആ രംഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചികിത്സ എന്ന് പറയുന്നത്, ആരോഗ്യരംഗം എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. നമുക്കറിയാം, ഈ കോവിഡ് വന്നതോടുകൂടി RT-PCR ടെസ്റ്റ് വളരെ പോപ്പുലറായി. ആദ്യകാലത്തൊക്കെ RT-PCR ടെസ്റ്റിന് വാങ്ങിച്ചിരുന്നത് 1700 മുതൽ 2500 രൂപ വരെയാണ്. ചില ലാബുകൾ 1700 വാങ്ങിക്കുമ്പോൾ ചില സോ കോൾഡ് 5 സ്റ്റാർ ഹോസ്പിറ്റൽസ് അവർ 2500 രൂപ അതിൽ കൂടുതലും വാങ്ങിച്ചിരുന്നു. എന്താ ഇത്രയും വാങ്ങിച്ചെന്ന് ചോദിച്ചാൽ, ഇതാണ് ഞങ്ങളുടെ റേറ്റ്, ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ഇതാണെന്ന് അവർ അവകാശപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഈ ഒരു ചികിത്സയ്ക്ക് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബില്ല് പാസ്സാക്കണമെന്ന ഒരു കോടതി കേസുണ്ടായി കേരള ഹൈക്കോടതിയിൽ. കോടതി പറഞ്ഞു എല്ലാത്തിനും വില നിശ്ചയിക്കണം. ഒരാൾക്ക് 2000 രൂപയും വേറൊരു ആശുപത്രി 1000 രൂപയും ചാർജ് ചെയ്യാൻ ഒക്കില്ല. എന്തുകൊണ്ട് 1000 രൂപ ചാർജ് ചെയ്യുന്നു? അതിനൊരു യുക്തി ഉണ്ടാകണം. ഒരു രോഗി വന്നാൽ അദ്ദേഹത്തിന് നടത്തേണ്ട ചികിത്സ എന്താണ്, അതിന് എന്ത് രോഗമാണ്, അതിന് ചികിത്സ എന്താണ്, അതിന് ഇന്ന ഇഞ്ചക്ഷൻ എടുത്താൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്, ചികിത്സയുടെ ചെലവ് എന്താണെന്ന് പരസ്യമായി ആശുപത്രികളിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. അത് നടപ്പിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞിട്ട് 6 വർഷമായി. 6 വർഷത്തിനിടയ്ക്ക് 2ാമത്തെ മന്ത്രിസഭ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെ ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കുവാൻ നമ്മുടെ ഭരണവർഗം തയ്യാറായിട്ടില്ല. അത് രാഷ്ട്രീയം എന്തായിക്കോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അതിന് കാരണമായി ഈ കമ്മീഷൻ പറഞ്ഞത് അവരുടെ ലോബി, അതായത് ഈ സ്വകാര്യ ആശുപത്രികളുടെ മണി പവർ ആൻഡ് മസിൽ പവർ ഈസ് സോ ഹൈ, വളരെ വലുതാണ്. ഹൈക്കോടതി ഒരു വിധി പറഞ്ഞിട്ട് പോലും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, അതിനെ മാറ്റിവെക്കത്തക്ക രീതിയിലുള്ള ഒരു ശക്തി ഇവിടുത്തെ സ്വകാര്യ ആരോഗ്യ മേഖല നേടിയിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും ചികിത്സയുടെ നിലവാരം എന്താണെന്നും ചികിത്സയുടെ വില എന്താണെന്നും പരസ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് നടപ്പിലാക്കാതിരിക്കുന്ന ഒരവസ്ഥ. ഇത് വളരെ ഒരു അപകടം പിടിച്ച ഒരു മേഖലയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒന്നാമത്തെ ഒരു റിസ്ക് ഫാക്ടറാണ്. പിന്നീട് പറയുന്നത്, എല്ലാം പറയാൻ സമയമില്ല, 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിർത്തുകയാണ്. രണ്ടാമത്തത്, നമ്മളെ ഹൈ കൊളസ്ട്രോൾ. കേരള ജനത നമ്മൾ മെച്ചപ്പെട്ട ആരോഗ്യമുള്ളവരെന്ന് അവകാശപ്പെടുമെങ്കിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജനങ്ങളും ഹൈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കടന്നിരിക്കുന്നു. അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഹൈ BP ആണ്, ഹൈ ബ്ലഡ് പ്രഷർ. നമ്മളൊരു 10 പേരെ എടുത്താൽ ഒരു 4 പേരെങ്കിലും ഹൈ പ്രഷറിന്, പ്രത്യേകിച്ച് 30 വയസ്സിന് മുകളിലുള്ളവര്
ഗുളിക കഴിക്കുന്നവരോ ചികിത്സയ്ക്ക് വിധേയരാകുന്നവരാണ്. അത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ഇതൊരു വേറെ ഒരുപാട് രീതികളുണ്ട് ഇതിന്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ആൾക്കാർ അവെയറല്ല. ഗുളിക കഴിക്കാൻ എളുപ്പം, അങ്ങനെ പ്രഷറിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുരുഷന്മാരെ ബന്ധിപ്പിക്കുന്നതാണ്. അത് സ്മോക്കിംഗ് ആണ്, പുകവലിയാണ്. പുകവലിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കണക്ക് കാണിക്കുന്നത് പുരുഷന്മാരിലേത് 40 മുതൽ 42% പുകവലിക്കുന്നുണ്ട്. അങ്ങനെ പുകവലിയിലൂടെ പുതിയ പുതിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക്. നാലാമത്തെ പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഫിസിക്കൽ ഇനാക്ടിവിറ്റിയാണ്. നമ്മൾ ശരീരം കൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം അത് വളരെ സങ്കീർണമായിരിക്കുകയാണ്, കഴിയുന്നില്ല, പല കാരണങ്ങളുണ്ട്. അതിനു മുമ്പും നമ്മൾ ശാരീരികമായ അധ്വാനം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുന്നു എന്നാണ് എക്സ്പെർട്ട് കമ്മിറ്റി റിപ്പോർട്ട്. അഞ്ചാമത്തെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അമിത വണ്ണമാണ്. ഇന്ന് ഏതാണ്ട് ഒരു 40% ജനസംഖ്യയുടെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ ഏതാണ്ട് ഒരു 30 മുതൽ 40% പേര് അമിത വണ്ണമുള്ളവരാണ്. അവരുടെ ആരോഗ്യ രീതി, ആരോഗ്യശീലങ്ങൾ അങ്ങനെ അവർ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റിയെടുക്കുവാനുള്ള തീവ്രമായ ശ്രമം നടത്തിയില്ല എങ്കിൽ അത് സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്നാണ് എക്സ്പെർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആണ്. നമ്മൾ 100 പേരെ എടുത്താൽ, അതായത് 5-1, 100 പേരെ എടുത്താൽ 20 പേര് ഡയബറ്റീസ് ജീവിതശൈലി രോഗത്തിന് വിധേയരാണ് കേരളത്തിൽ. ഏറ്റവും വലിയ റേറ്റാണത്. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ അതിനുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിത ശൈലി രോഗമെന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അതിന് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് ചികിത്സാ രീതികൾ ഉണ്ടാവണം, മാർഗങ്ങൾ ഉണ്ടാവണം. അത് നമ്മുടെ ജനസംഖ്യയെ വളരെയധികം സ്വാധീനിക്കുന്നു, നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നീട് വരുന്നത് അൺഹെൽത്തി ആൽക്കഹോളാണ് 7ാമത്തെ കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതും ഇങ്ങനെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് ഇന്ത്യയിൽ അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനത്തിന്റെ സ്ഥിതിയാണ് ഒരു കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആകണം. ഇതൊന്ന് ഗൂഗിളിൽ ലഭ്യമാണ്, നമ്മൾ സമയം കിട്ടുമ്പോൾ കയറി നോക്കണം. പിന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആരോഗ്യ രംഗത്തെ ചെലവാണ്. ഒരു ആശുപത്രി, ഒരു ഇഞ്ചക്ഷൻ, ഞാൻ ഈ കോവിഡ് വന്നപ്പോൾ കോവിഡിന്റെ പീരീഡിൽ എനിക്കൊന്ന് 2 ചികിത്സകൾ ചെയ്യേണ്ടി വന്നു എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക്. ഒരു ആശുപത്രിയിൽ ചെന്ന് ഡോക്ടർ പറഞ്ഞ ടെസ്റ്റ് നടത്തിയപ്പോൾ, ബ്ലഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ ചാർജ് ചെയ്തത് 2000 രൂപയാണ്. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ റീടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വേറൊരു ആശുപത്രിയിലേക്ക് പോയി, പേര് ഞാൻ പറയുന്നില്ല. അവർ ചാർജ് ചെയ്തത് 3500 രൂപയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതേ ടെസ്റ്റിന് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ 2000 രൂപ കൊടുത്തു, ഇപ്പം 3500 രൂപ കൂടുതൽ വാങ്ങിച്ചിരിക്കുന്നു. ഞാൻ ആ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞത് ഇത് ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് ആണ്, സൗകര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങളുടെ രീതി ഇങ്ങനെയാണ്. അതിന് ബില്ലും തന്നിട്ടില്ല, അതിന്റെ റിപ്പോർട്ട് പോലും ഞാൻ വളരെ ബലം പ്രയോഗിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. എക്സ്റേ എടുത്തിട്ട് എക്സ്റേയുടെ റിപ്പോർട്ട് തരില്ല. ഇത് ഞാൻ കൊടുത്ത കാശ് അത് എൻ്റെ സമ്പാദ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ അവകാശപ്പെട്ടതാണ്, അത് തന്നിട്ടില്ല. പിന്നെ വളരെയധികം പ്രശ്നങ്ങളുണ്ടായി, എൻ്റെ സ്വാധീനങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെ വളരെയധികം നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്വകാര്യ ആരോഗ്യ മേഖല വളർന്ന് പന്തലിച്ച് അവർ മണി പവർ, മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ശക്തമായ ചൂഷണത്തിന് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം, അറിഞ്ഞേ പറ്റൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ഉണ്ടായിട്ട് പോലും കഴിഞ്ഞ 6 വർഷമായി ആ ബില്ല് കേരള അസംബ്ലിയിലെ വെളിച്ചം കണ്ടിട്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിത് അറിയണം. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ആശുപത്രിയിൽ പോകുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യണം. നമ്മൾ നിശബ്ദരായിരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. നമ്മൾ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യം, ഏറ്റവും മെച്ചപ്പെട്ട ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന കേരളത്തിലെ സ്ഥിതി ഇതാണ് എങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. എത്ര പേർക്ക് ഇങ്ങനെ വില കൂടിയ സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ കഴിയും? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ചിന്താശകലം നമ്മുടെ മനസ്സിൽ വളരട്ടെ. അതിനെ ചോദ്യം ചെയ്യുവാനും അതിനെ ശക്തമായി പ്രതികരിക്കുവാനും നമുക്ക് കഴിയട്ടെ. അതിനുള്ള ശക്തി ഉണ്ടാകട്ടെ, അല്ല ധൈര്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചതിനും അതിൽ പങ്കെടുക്കാൻ അവസരം തന്നതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. ഇനിയും ആനന്ദ് സാറിനോടൊപ്പം നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഐ റിക്വസ്റ്റ് everyone to switch on your camera. യെസ്, ഒരു 10 പേരോ ക്യാമറ ഓൺ ആയി. ബാക്കിയുള്ളവരൊക്കെയോ? മഹിമ, ആഷ്ന, എല്ലാരും ദയവായി ക്യാമറ ഓൺ ചെയ്യൂ. കവിത, അനുജ, ഗായത്രി നായർ, ഓക്കെ ഗുഡ്.
ഹാവ് എ ബിഗ് സ്മൈൽ ഓൺ യുവർ ഫേസ് എല്ലാവരും. ഗ്രേറ്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ? 20 സെക്കൻഡ്സിൽ ക്യാമറ ഓൺ ചെയ്യണം ഇഫ് യു വാണ്ട് ടു ബി ഇൻ ദ ഫോട്ടോ. ആഹാ, അനുഷ ഈശ്വർ ഹെൽമെറ്റ് ഒക്കെ ഇട്ട്. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അനുഷ. ഗുഡ്, ദാറ്റ്സ് ഇറ്റ്. ഐ വിൽ ഷെയർ ദിസ് വിത്ത് നിഖിൽ. ഈ ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. താങ്ക് യു സർ. ഇനി അടുത്തതായി ആശംസ അർപ്പിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കോളേജ് യൂണിയന്റെ ചെയർമാനായ സുബിൻജിത്ത് ആണ്. I would like to invite Subinjit for the talk. Over to Subin. കേൾക്കാമോ? കേൾക്കാം. ബഹുമാനായ പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി ബെനഡിക്ട് സർ, ആദരണീയ ചീഫ് ഗസ്റ്റ് ആനന്ദ് സർ, നമ്മുടെ കോളേജിന്റെ യൂണിയൻ അഡ്വൈസറായ ജിബി മാം, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് ക്ലബിന്റെ കോർഡിനേറ്ററായ ഡോക്ടർ അർച്ചന മാം, ഹെൽത്ത് ക്ലബിന്റെ പ്രസിഡന്റും എൻ്റെ സുഹൃത്തുമായ നിഖിൽ, അതുപോലെ തന്നെ മറ്റ് ക്ലബ് മെമ്പേഴ്സ്, എംഎഡിന്റെ ഡയറക്ടറായ രഘു സർ, ബഹുമാനായ അധ്യാപകരെ, അനധ്യാപകരെ, സീനിയേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പലതരമായ രോഗികളും ഉള്ള ഒരു സമൂഹത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു അവസരത്തിൽ ക്ലാസ്സുകൾ ഓൺലൈൻ ആകുന്നു, ജോലികൾ വർക്ക് അറ്റ് ഹോം ആകുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം പലരും ചിന്തിക്കാൻ മറന്നുപോകുന്ന ഒന്നാണ് നമ്മുടെ തന്നെ ആരോഗ്യത്തെ പറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു കോളേജിൽ, നമ്മുടെ തന്നെ കോളേജിലെ ഹെൽത്ത് ക്ലബിന് ഇനാഗ്രേഷന് സാറ് വന്നു, ഇങ്ങനെ ഇന്ററാക്റ്റീവ് സെക്ഷൻ എടുത്തു. അപ്പോൾ അതെല്ലാം വഴി നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും അതെങ്ങനെ നമ്മൾ സംരക്ഷിക്കണമെന്നും ഉള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ചിത്രം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ കോളേജിലെ ഹെൽത്ത് ക്ലബിന്റെ മറ്റൊരു പ്രത്യേകത, അതായത് നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഇയർ കുട്ടികളുടെ എടുക്കുമ്പോൾ മൊത്തം 10 പയ്യന്മാരാണുള്ളത്. ബി.എഡ് കോളേജാണ്, പിള്ളേരുടെ പയ്യന്മാരുടെ എണ്ണം കുറവാണ്. പക്ഷെ അതിനകത്ത് 4 പേരും ഹെൽത്ത് ക്ലബിനകത്താണ് ഉള്ളത്. അതാണ് ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ അവരോടുകൂടെ പ്രവർത്തിക്കാൻ സന്നദ്ധരായ മറ്റ് ക്ലബ് മെമ്പേഴ്സും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു അധ്യാപകയും അവരോടൊപ്പം ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ക്ലബിന്റെ ഭാഗത്തു നിന്നും ഇനിയും നല്ല നല്ല പ്രോഗ്രാംസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂണിയനും, കോളേജ് യൂണിയനും, 65ാമത് കോളേജ് യൂണിയനായ നിസർഗ, നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ഇനിയും പ്രോഗ്രാമുകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വരുന്ന ജൂൺ 21-ാം തീയതി യോഗ ഡേ ആണ്. അപ്പോൾ സാറിന് സമയമുണ്ടെങ്കിൽ സാറും വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമ്മളത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഹെൽത്ത് ക്ലബിന് 65ാമത് കോളേജ് യൂണിയനായ നിസ്രഗയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു സുബിൻ. ഇനിയും സാറിന്, ആനന്ദ് സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ആക്കി നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഹലോ സർ. സർ സുബിൻ സുബിൻ പറയൂ. സാർ എങ്ങനെയാണ് സാർ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അതായത് മെഡിറ്റേഷൻ ഈ ഒരു ഫീൽഡിലോട്ട് എത്താൻ കാരണം, യോഗ അങ്ങനെയുള്ള? ഞാൻ എൻ്റെ ബിടെക് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സൈനസൈറ്റിസ് ആയിരുന്നു. എനിക്ക് ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് മൂക്കിൻ്റെ ഉള്ളിൽ ചെറിയൊരു വളവ്. ഒരുപാട് പേർക്കുണ്ട് ആക്ച്വലി, നമുക്ക് പലർക്കും അറിയില്ല. അപ്പം സ്ഥിരം തുമ്മലായിരുന്നു. അത് പിന്നെ സൈനസൈറ്റിസ് ഒക്കെ ആയി. രാവിലെ എണീറ്റ് ഒരു 10 തവണ അടുപ്പിച്ച് തുമ്മും. അങ്ങനെയൊക്കെ ഭയങ്കര അലർജി ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കസിൻ എന്നെ ഫോഴ്സ് ചെയ്ത് ഒരു യോഗ ക്ലാസ്സിന് കൊണ്ടുപോയി ഇരുത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സേഷൻ തോന്നി. ഞാൻ അതിലൊരു പഠിച്ചൊരു ടെക്നിക്കുണ്ട്, സുദർശൻ ക്രിയ എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി എൻ്റെ ഹെൽത്ത് അങ്ങ് മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പം അത് ഹെൽത്ത്, മെൻ്റൽ ആൻഡ് ഫിസിക്കലി എനിക്ക് ഭയങ്കര കാമായിട്ട് തോന്നി തുടങ്ങി ഭയങ്കരമായിട്ട്. പണ്ടൊക്കെ ഞാൻ ദേഷ്യമൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു ഒരു സമയത്തൊക്കെ, കോളേജ് ടൈമിലൊക്കെ. പിന്നെ അത് മാറി. പിന്നെ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. പിന്നെ ഞാൻ അതിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസും യോഗ ട്രെയിനിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ചെയ്യുന്ന ജോലികളിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ജോബ്സ് ഇസ് ടു ടീച്ച്. അല്ലേ, മറ്റുള്ളവർക്ക് സന്തോഷം പകരുക എന്ന് പറയുന്നതിലപ്പുറം വേറൊരു സന്തോഷം ഇല്ലല്ലോ. അപ്പം പിന്നെ അതൊരു പ്രൊഫഷനാക്കി മാറ്റിയപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ജോബ് സാറ്റിസ്ഫാക്ഷനും കിട്ടിത്തുടങ്ങി. അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് ഇപ്പം ഞാൻ പലയിടത്തും എടുക്കുന്നുണ്ട്. നേരത്തെ ആ പ്രൊഫൈലിൽ പറഞ്ഞ പോലെ ഞാൻ ജയിലിലും ഇതേ പ്രോഗ്രാംസ് എടുക്കുന്നുണ്ട്, ഇവിടെ പൂജപ്പുര സെൻട്രൽ ജയിൽ. അപ്പോൾ അവിടെയുള്ള പ്രിസണേഴ്സിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് കേൾക്കണം. അവർ ഇതൊക്കെ ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയാം, എനിക്ക് ഈ ഒരു നോളജ് കുറച്ച് നാൾ മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മനസ്സ് കുറച്ചും കൂടി ശാന്തമാക്കി നിർത്താൻ പറ്റിയേനെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഡിപ്രഷൻ വരുമ്പോൾ ആൾക്കാർക്ക് എന്താണ് ടൂൾസ് ഒന്നും കിട്ടുന്നില്ല.
സോ ദാറ്റ്സ് വൈ അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ ഇത് തുടരുന്നു, യാത്ര തുടരുന്നു. താങ്ക് യു സാർ. ഒരു പാട്ട് കൊണ്ട് പാടുമോ സാർ? ഓ പാടാലോ. എന്തെങ്കിലും സർ, റോഷൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹാപ്പിനെസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ ഓക്കെ, ചാറ്റ് ബോക്സിലും കാണുന്നുണ്ട് അല്ലേ. ഹാപ്പിനെസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല നിങ്ങൾ, നമ്മൾ ആരെങ്കിലും ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ മിക്കവാറും നമ്മൾ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ആരെങ്കിലും ഒരാൾ പതിവില്ലാതെ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആൾക്കാർ ചോദിക്കും നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലേ? ഹാവ് യു ഒബ്സർവ് ദിസ് ദീസ് ഡേയ്സ് ഹൗ ദ വേൾഡ് ഹാസ് ചേഞ്ച്? നമ്മൾ ഒരാൾ പതിവില്ലാതെ ഭയങ്കര സന്തോഷത്തിലും ആഘോഷത്തിലൊക്കെ ഇരിക്കും, 2-3 ദിവസം ഇങ്ങനെ പോകുമ്പോൾ ചോദിക്കും എന്താ നിനക്ക് വട്ടാണോ എന്ന്. പക്ഷെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് അതിലൊരു സംശയമില്ല. സോ വി ഹാവ് റീച്ച്ഡ് എ സ്റ്റേജ് വെയർ നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. ഈ സ്ട്രെസ്സും ടെൻഷനോടെയൊക്കെ ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ലൈഫ്. ഈവൻ കോളേജ് തന്നെ ഞങ്ങൾ പലപ്പോഴും ഓർത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് സന്തോഷം ആവുള്ളൂ എന്ന രീതിയിൽ. എന്നിട്ട് അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാൾ സന്തോഷിക്കും, അത് കഴിഞ്ഞ് വീണ്ടും ഇനി എനിക്ക് അടുത്തൊരു ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ എനിക്ക് സന്തോഷമാവുള്ളൂ. ഡു യു അഗ്രി? നമ്മൾ സന്തോഷം പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു പ്രതീതിയുണ്ട്. ഹാവ് യു ഒബ്സർവ് ദിസ്? അല്ലേ? ഒരു സ്കൂളിലായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് കോളേജിൽ എത്തിയാൽ മതി. കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തായി? ഇനി എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ജോലി കിട്ടിയാൽ മതി, എന്നാലേ എനിക്ക് സന്തോഷമാവുള്ളൂ. ജോലി കിട്ടിക്കഴിയുമ്പോൾ ഓക്കെ, ഇപ്പൊ ജോലിയൊക്കെ ആയി, ഇനി എനിക്കൊരു പാർട്ട്ണർ വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്ണറിനെ കിട്ടിയാൽ എനിക്ക് അപ്പം സന്തോഷമാവും. ശരി, ഇഷ്ടപ്പെട്ട പാർട്ട്ണറിനെ കിട്ടിയ ഒരുപാട് പേരെ നിങ്ങൾക്ക് അറിയാം, അവരെല്ലാവരും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അവർക്ക് എന്താ വേണ്ടത്? ഇനി എനിക്കൊരു കുട്ടി ഉണ്ടായാൽ, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടി ഉണ്ടായാൽ എനിക്ക് സന്തോഷമാവും, അല്ലെങ്കിൽ എനിക്ക് ഇനി പ്രൊമോഷൻ കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും. അതെല്ലാം കിട്ടി, അത് കഴിയുമ്പോൾ എന്താവും? ഇതിപ്പോ ഫുൾ ഇനിയിപ്പം അതിനെ മക്കൾ പഠിപ്പിക്കണം, മക്കൾക്ക് ഒരു നല്ല കിൻഡർ ഗാർട്ടനിൽ അഡ്മിഷൻ കിട്ടിയാൽ അപ്പം സന്തോഷമാവും, മക്കൾ സെറ്റിൽ ആവണം. ഇനി മക്കൾക്ക് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സന്തോഷം പോയി. അല്ലെ? നിങ്ങളുടെ തന്നെ പേരൻസ് എത്ര പേര് കേട്ടിട്ടുണ്ട്, നീ ഒന്ന് സെറ്റിൽ ആയി കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് സന്തോഷമാവും. ഇങ്ങനെ പറയുന്ന എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? അച്ഛനും അമ്മയും ഇല്ലേ? നീ ഒന്ന് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടി ഒരു സെറ്റിലായ അപ്പൊ നമ്മളെ മനസ്സിങ്ങനെ കോൺസ്റ്റന്റ്ലി പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു പ്രതീതിയുണ്ട്. കിടക്ക ഇങ്ങനെ വിരിച്ച് കിടക്കാൻ മറന്നു പോകുന്നൊരു പ്രവണത. സോ ഐ തിങ്ക് അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ എന്താവും? നമ്മളൊരു 80 വയസ്സ് വരെയൊക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ശരിക്കും സന്തോഷത്തോടെ ജീവിച്ചിട്ടുള്ള 1-2 വർഷമായി മാറും ചിലപ്പോൾ. റിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. സോ വി നീഡ് ടു ഇതൊന്ന് നമ്മളൊന്ന് നോട്ടീസ് ചെയ്യണം ആൻഡ് റിയലൈസ് ദാറ്റ് ബീയിങ് ഹാപ്പി ഇസ് ദ വേ ടു ലിവ്. അല്ലാതെ ജീവിതം ഇങ്ങനെ സന്തോഷത്തിന് വേണ്ടി ഒരു തേടലാവാൻ പാടില്ല. ജീവിതം തന്നെ സന്തോഷമായിരിക്കണം. പ്രശ്നങ്ങൾ വരും, എനിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബട്ട് ഇറ്റ് വിൽ കീപ് ഓൺ കമ്മിങ്. വി ജസ്റ്റ് ബി ഹാപ്പി ആൻഡ് ഫേസ് ദ പ്രോബ്ലംസ് ആൻഡ് മൂവ് ഓൺ, അത്രേ ഉള്ളൂ. സോ അതുകൊണ്ട് ദർ ഇസ് സം നോളജ്. ഇത് തന്നെ ഇപ്പൊ നമ്മൾ അല്ലെ, ഞാനൊന്ന് ജസ്റ്റ് പറയുമ്പോഴല്ലേ പലപ്പോഴും നമ്മൾ നോട്ടീസ് ചെയ്തത് ദാറ്റ് വി ആർ റണ്ണിങ് ബിഹൈൻഡ് ഹാപ്പിനെസ്, പോസ്റ്റ്പോൺ ചെയ്യുന്ന കാര്യം. സോ ഈ ഒരു നോളജ് പിന്നെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്സ്, ഇത് രണ്ടും കൂടി ചേർന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഹാപ്പിനെസ് കോച്ചിങ് എന്നുള്ളത്. അതിനൊരു പ്രോഗ്രാം ഉണ്ട്, ഹാപ്പിനെസ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 4-day പ്രോഗ്രാമാണ്. അപ്പം അതിൽ 2 ഉണ്ട്, അതായത് ജസ്റ്റ് നോളജ് മാത്രമല്ല ടെക്നിക് ഓൾസോ. അതിലേക്ക് നമ്മൾ എത്താൻ സഹായിക്കുന്ന കുറച്ച് ബ്രീതിങ് ടെക്നിക്സ്, മെഡിറ്റേഷൻസ് ചേർത്തിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഹാപ്പിനെസ് കോച്ചിങ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ജസ്റ്റ് ആ 4 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പുതിയൊരു ലൈഫ് കിട്ടിയത് പോലെ തോന്നും. ദെൻ ഹൗ ടു കൺട്രോൾ സ്ട്രെസ്, അതാണ് ദാറ്റ് ഈസ് വാട്ട് വി ഡിഡ് റോഷ്ന. എനിക്ക് അറിയാം, ദർ ആർ മെനി വേസ് ടു ലെറ്റ് ഗോ ഓഫ് സ്ട്രെസ്. നമുക്ക് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം, പ്രാർത്ഥന, പിന്നെ സോഷ്യൽ വർക്ക് ആൻഡ് സോ മെനി അതർ തിങ്സ്, പിന്നെ പോസിറ്റീവ് തോട്ട്സ്. ബട്ട് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട്, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈസ് ത്രൂ breath work and meditation. Just 20 to 30 minutes a day നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ we will see that സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു പരിധിക്കപ്പുറം നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. എത്രയായാലും കുറച്ച് എഫക്റ്റ് ചെയ്യും, ഇറ്റ് വിൽ ബി ദെയർ, ബട്ട് നമ്മുടെ റിലേഷൻഷിപ്സിനെയോ നമ്മുടെ ലൈഫിനെയോ ബാധിക്കുന്ന രീതിയിൽ ഒരിക്കലും അത് വലുതാവില്ല. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് വേസ് ടു കൺട്രോൾ സ്ട്രെസ്, ബ്രീതിങ് ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻ.
ടെൻഷൻ എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ടെൻഷൻ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ടെൻഷനൊക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ ടെൻഷൻ വേണ്ടേ? അല്ലെങ്കിൽ എന്താണ് ഒരു മസാല ലൈഫിൽ, അല്ലേ? നമ്മളിപ്പം ബോബി ഇല്ലായിരുന്നെങ്കിൽ ലൂസിഫർ ആരെങ്കിലും പോയി കാണുമായിരുന്നോ? അല്ലെങ്കിൽ കാലക്കേയ ഇല്ലായിരുന്നെങ്കിൽ ബാഹുബലി ആരെങ്കിലും പോയി കാണുമായിരുന്നോ? കൊളപ്പുള്ളി അപ്പനില്ലാതെ ആറാം തമ്പുരാൻ ഉണ്ടായിട്ട് എന്ത് കാര്യം? നോ യൂസ്. ടെൻഷൻ വിൽ ബി ദെയർ, പ്രോബ്ലംസ് വിൽ കം. പക്ഷെ അത് നമ്മളെ ഒരിക്കലും നമ്മുടെ ലൈഫിന്റെ ഒരു വലിയൊരു ഭാഗമാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഒരു 15%. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മൾ അതിന് വലുതായിട്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് നമ്മളങ്ങ് വീർപ്പിച്ച് അതിനെ ഒരു 60% ആക്കി മാറ്റും ലൈഫിന്റെ. പിന്നെ ലൈഫിന്റെ ആ പേർപ്പസേ അങ്ങ് പോകും. ഫുൾ അങ്ങനെ വിഷമിച്ച് ജീവിക്കേണ്ടി വരും. ടെൻഷൻ വിൽ ബി ദെയർ. അതാണ് നമ്മളെ ആ സന്തോഷത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ ടെൻഷനാണ്. ടെൻഷനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു വ്യത്യാസവും മനസ്സിലാവില്ല. നല്ല ടെൻഷനിലൂടെ കടന്നു അല്ലേ? 1-2 എക്സാം ഒന്ന് ഫെയിലായി പിന്നെ നമ്മൾ അടിച്ചു പൊളിച്ച് മാർക്ക് വാങ്ങിച്ച് ജയിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. എന്ന് വെച്ച് ഫെയിൽ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ആ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഹാപ്പിനെസ്സിലെത്തുമ്പോൾ ദാറ്റ് ഹാസ് എ മീനിങ്. So tension will be there, but you have to handle it. Avoidance, you have to, when tension comes, you need to learn how to handle that tension. That's what. Vera, any other questions? Okay. Dear friends, for the information of the faculty members, immediately after this meeting, we have to continue in the same platform for a short interaction among the faculty members. Okay, so I think Nikhil, why again time I തോന്നുന്നു. You have another meeting? Sir, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് ചാറ്റ് ബോക്സിൽ. എവിടെ? Sir, we want to have. Sure. So I will send you the details. ഞാൻ നിഖിലിനെ പാസ് ചെയ്യാം. നിഖിൽ, you can share it with them. Do you have a common group? Okay, sir. Okay. I'll do it. Okay, ശരി. ഞാൻ ആരോ എൻ്റെ അടുത്തൊരു സോങ് ചോദിച്ചു. ഞാൻ I'll wind up with a short song. வார்த்தை தேவையில்லை வாழும் காலம் வரை பாவை பார்வை மொழி பேசுமே பாவை பார்வை மொழி பேசுமே நேற்று தேவையில்லை நாளை தேவையில்லை இன்று இந்த நொடி போதுமே வேறின்றி விதையின்றி வெண்தூவும் மழையின்றி இது என்ன இவன் தோட்டம் பூ பூக்குதே வாளின்றி போரின்றி வலிக்கின்ற யுத்தமின்றி இது என்ன இவனுக்குள் என்னை வெல்லுதே இதயம் முழுதும் இருக்கும் இந்த தயக்கம் இங்கு கொண்டு நிறுத்தும் இதை அறிய எங்கு கிடைக்கும் விளக்கம் அது கிடைத்தால் சொல்ல வேண்டும் எனக்கும் பூந்தளிரே பூக்கள் பூக்கும் தருணம் மாறுவீரே பார்த்ததாருமில்லையே உலரும் காலை பொழுது முழுமதியும் பிரிந்து போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போதவில்லையே எதுவும் பேசவில்லையே இன்று ஏனோ எதுவும் தோன்றவில்லையே இது எதுவோ That's it. Thank you so much. Thank you, sir. ഈ മനോഹരമായ ഒരു പാട്ടിന് വേണ്ടി. Okay, you're welcome. Okay, sir. ലോകത്തിലെ പല മനോഹരമായ കാര്യങ്ങൾ നമുക്ക് കാണാനോ സ്പർശിക്കാനോ സാധ്യമാകില്ല. പക്ഷേ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് അതിനെ സ്പർശിക്കാൻ പറ്റും. Thank you is one such prayer among them.
ഈ ക്ലബിന്റെ സെക്രട്ടറിയായ ജോർജിയനെ വോട്ട് ഓഫ് താങ്ക്സിനായി ക്ഷണിക്കുന്നു. ജോർജിയ. കേൾക്കാം. പ്രിയ ബഹുമാനപ്പെട്ട അധ്യക്ഷ ഡോക്ടർ അർച്ചന മാം, ഉദ്ഘാടകൻ ശ്രീ ആനന്ദ് നാരായണൻ സർ, മുഖ്യപ്രഭാഷണം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ബെനഡിക്ട് സർ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എംഎഡ് ഡോക്ടർ വി രഘു സർ, കോളേജ് യൂണിയൻ ചെയർമാൻ സുബിൻജിത്ത്, പ്രിയ അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ. Sound foundation for a civilization is a sound state of mind. These are the words of E.M. Forster. ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ അടിസ്ഥാനം ആരോഗ്യമുള്ള മനസ്സുകളുടെ കൂടിച്ചേരലാണ്. അല്ലെങ്കിൽ ആരോഗ്യമുള്ള മനസ്സുകളുടെ കൂടിച്ചേരലുകൾ കൊണ്ടേ ആരോഗ്യമുള്ള ഒരു സംസ്കാരം ഉടലെടുക്കും. ആരോഗ്യത്തെ പറ്റി ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇന്നിവിടെ നടന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും കൃതജ്ഞത അർപ്പിക്കുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഡോക്ടർ അർച്ചന മാം, ഞങ്ങളുടെ ക്ലബിന്റെ ഫാക്കൽറ്റി കോർഡിനേറ്റർ ആണ് മാം. ഞങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന വ്യക്തിയാണ് അർച്ചന ടീച്ചർ. ടീച്ചറിന് ഈ ക്ലബിന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അടുത്തതായി മുഖ്യ പ്രഭാഷകനും അതിലുപരി നമ്മുടെ പ്രിൻസിപ്പളുമായ ഡോക്ടർ ബെനഡിക്ട് സാറിനാണ് കൃതജ്ഞത അർപ്പിക്കുന്നത്. ഞങ്ങളോടൊപ്പം ഞങ്ങളിൽ ഒരാളായി ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും കൂടെ നിൽക്കുകയും ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരികയും ചെയ്യുന്ന സാറിന് ഈ യോഗത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടകനും അതിലുപരി മുഖ്യ ആകർഷണവുമായ ആനന്ദ് നാരായണൻ സാറിനാണ് അടുത്തതായി കൃതജ്ഞത അർപ്പിക്കാനുള്ളത്. ഗായകൻ, അവതാരകൻ, ഹാപ്പിനെസ് കോച്ച് അങ്ങനെ തുടങ്ങിയ പല മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് സർ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് സാറ് നമ്മളോട് ഇന്ന് സംസാരിച്ചത്. മെന്റൽ ഹെൽത്തിന്റെ പ്രാധാന്യം. ലീവ് ഇൻ ദ പ്രസന്റ്. ഈ ഒരു നിമിഷത്തിൽ നാം ജീവിക്കണം. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാണായാമം നമുക്ക് സാർ പറഞ്ഞു തന്നു. അതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. അതുപോലെ തന്നെ അതിമനോഹരമായ 2 ഗാനങ്ങൾ സാർ നമുക്ക് വേണ്ടി പാടിത്തന്നു. സാറിന് ഈ യോഗത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് ആശംസ അർപ്പിച്ച നമ്മൾ എംഎഡ് ഡിപ്പാർട്ട്മെന്റിന്റെ HOD ഡോക്ടർ രഘു സാറിനും അതുപോലെ തന്നെ ഈ വർഷത്തെ നമ്മുടെ യൂണിയൻ നിസർഗയുടെ ചെയർമാൻ സുബിൻജിത്തിനും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് ഇത്രയും നല്ല രീതിയിൽ നെറ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിച്ചതും ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്നതും ആൻസി ടീച്ചറാണ്. ടീച്ചറിന് ഈ യോഗത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. നമ്മുടെ മാർ തെയോഫിലസ് ഫാമിലിയിലെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കുമാണ് ഇനി കൃതജ്ഞത അർപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകി ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാ അധ്യാപകർക്കും ഈ യോഗത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അടുത്തതായി ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നത് കോളേജ് യൂണിയനായ നിസർഗയാണ്. നിസർഗയിലെ എല്ലാ മെമ്പേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഈ യോഗം ഒരു വലിയ വിജയമായി തീരും. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അവസാനമായി കൃതജ്ഞത അർപ്പിക്കുന്നത് നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ഇത്ര നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ കൂടെ നിന്ന ഈ ക്ലബിലെ എല്ലാ മെമ്പേഴ്സിനും എല്ലാ അണിയറ പ്രവർത്തകർക്കുമാണ്. ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കൃതജ്ഞത. എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോർജിയ. ഇനിയും ഒരു മനുഷ്യജീവനും പൊലിയാതിരിക്കട്ടെ. COVID-19 പിടിയിൽ നിന്ന് മനുഷ്യവർഗത്തിന്റെ അതിജീവനത്തിനായി പകലില്ലാതെ പോരാടുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. നമ്മുടെ ചെറിയൊരു അശ്രദ്ധ മൂലം ആ ഒരു നല്ല മനുഷ്യരുടെ ജീവൻ നഷ്ടമാകാതിരിക്കട്ടെ. മതത്തിന്റെ വേർതിരിവില്ലാതെ, കൊടിയുടെ നിറമില്ലാതെ നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഈ കൊറോണ കാലവും നമ്മൾ അതിജീവിക്കും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു. നമ്മൾ ഈ ഇനാഗുറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോമ്പറ്റീഷൻ കൂടെ നടത്തുന്നുണ്ട്. അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ പറയുന്നതാണ്. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ദേശീയ ഗാനത്തിനായി നമുക്ക് എല്ലാവർക്കും എണ്ണിച്ചു നിൽക്കാം.
जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे। Once again, thank you all for the patient listening. Meeting is dispersed. Have a nice day. Thank you all. Thank you, teachers. Thank you all.